ഒരു പ്രത്യേക വിഭാഗക്കാരും മാത്രം കൂടുന്നത് ദൈവസഭയല്ല. അത് അവരുടെ കുടുംബക്കാരും അവരുടെ ആൾക്കാരും. നിങ്ങള് ഈ പേപ്പറിലൊക്കെ, ഇപ്പൊ പേപ്പർ അധികം ഇല്ല, ഈ വിവാഹ പരസ്യമൊക്കെ ശ്രദ്ധിച്ചാൽ പെന്തിക്കോസ് വന്നാലും തരംതിരിച്ചായി ഇപ്പൊ ഇത് ഇല്ലേ. ഈ ഏരിയയിൽ തിരുവനന്തപുരത്ത് കല്യാണം നടക്കുന്നുണ്ട്. ഗുഡ് ന്യൂസില് ഹല്ലേലൂയ, മരിപ്പച്ച, പിന്നെ എന്തുവാ മാസികൾ ഒത്തിരി ഇല്ലേ. ഓർമ്മ വന്ന 2-3 പറഞ്ഞത് അതിനൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ശ്രദ്ധിച്ചു. സെയിം കാര്യമാ മനോരമയിൽ കൊടുക്കുന്നത്. അവിടെയുണ്ട് ഞായറാഴ്ച അത് വരുന്നത്. ഊപ്പാട് വന്ന ആൾക്കാർ ഒന്നും നടക്കുന്നുമില്ല. അപ്പൊ അതിനകത്തും എല്ലാം കൊടുക്കുന്നത് ഇങ്ങനെ ബ്രാക്കറ്റിലാ കൊടുക്കുന്നത്. അത് തന്നെ ഇപ്പം ആത്മീകരെന്ന് പറയുന്നവരുടെ ഇടയിൽ. അപ്പൊ ശ്രദ്ധിച്ചേ, അങ്ങനെയുള്ളതെല്ലാം ആ വിഭാഗക്കാര് മാത്രം കൂടുന്ന സഭയല്ല. അത് അവരുടെ ആൾക്കാർ കുടുംബയോഗം കൂടുന്നുണ്ട്. സഭ, ദൈവത്തിന്റെ സഭയെന്ന് പറഞ്ഞാൽ സകല ജാതിയിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുടെ കൂട്ടമാണ് ദൈവസഭ. അതാ ദൈവസഭ. ഞാന് എടുത്ത പേര് പറഞ്ഞ് പരാമർശിക്കുന്നില്ല. നിങ്ങൾ എന്നേക്കാൾ അറിവും പരിജ്ഞാനമൊക്കെ ഉള്ളവരായതുകൊണ്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ചില ഇടങ്ങളിലെ കാശുകാരെല്ലാം കൂടെ കൂടുന്ന ഒരു സഭ. അവിടെ പൈസക്കാർ മാത്രമാ. പൈസ ഇല്ലാത്തവൻ ചെന്നാൽ അവര് മരണമെന്ന് പറയത്തില്ല, മൈൻഡ് ചെയ്യില്ല. 2-3 ആഴ്ച അവനതിനെ കറങ്ങി നടന്നേക്ക് നിങ്ങൾക്കൊന്നും പിടി കിട്ടുന്നില്ല. ഇപ്പം കാശ് വിറ്റ പുത്തനുമില്ല, വിറ്റ് പിടിപ്പൊന്നും ഇല്ലെങ്കിൽ അവരവിടെ ആരാധനയ്ക്ക് ചെല്ലുക. അവരാരും മൈൻഡ് ചെയ്യത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല. 3-4 ആഴ്ച അതിലെല്ലാം കയറി അവിടെ എല്ലാം കണ്ടിട്ട് ആരും ഒരു കുഞ്ഞുങ്ങൾ പോലും. അപ്പൊ 4-ാമത്തെ ആഴ്ച അവൻ തന്നെ തീരുമാനിച്ചു പോയി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവരുടെ സൂത്രമാണ്. അതേസമയം എനിക്ക് വണ്ടിയുടെ പേരൊന്നും പറയാൻ ഞാനല്ല. ഓഡിയോ BMW എന്തോ വേറൊരു വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാൻപൂർ. അതിനകത്ത് ഒരുത്തൻ ആദ്യമായിട്ട് ചെല്ലട്ടെ, അവിടുത്തെ കമ്മിറ്റിക്കാരും സെക്രട്ടറി സാക്ഷാത് അന്നേരം വണ്ടിയിടട്ടെ, അന്നേരം വണ്ടിയിട്ടൊക്കെ വന്ന് ഈ കൂഴച്ചക്കൊക്കെ തീറ്റ കൂടുന്നത് പോലെ വന്ന് ചുറ്റുന്നു. ഇനി ആദ്യം വന്നില്ലെങ്കിലും പോകുന്ന സമയമെങ്കിലും വരും. മെയിൻ പാസ് അവിടെ നിന്ന് ചിങ്കിടിയോട് പറയാം, ആ നോക്കി പറയുന്നത് ആരാണ്. അപ്പൊ അവര് വന്ന് പേര്, അഡ്രസ് ചോദിച്ച് മനസ്സിൽ എവിടെ താമസിക്കുന്നത്, പിള്ളേര് എങ്ങനെ കാര്യമൊക്കെ എന്തോ ചെയ്യുന്നു. അപ്പം അവർ പറയും കിച്ചനെ തന്നെ പിള്ളേർ വഴി. അപ്പൊ അവർക്ക് മനസ്സിലായി നല്ലൊരു നമുക്ക് വന്ന് മിണ്ടുന്നില്ല. ഒക്കുന്നെങ്കിൽ അന്ന് തന്നെ പുള്ളിയെ സെക്രട്ടറി ആക്കാൻ നോക്കും. അന്ന് തന്നെ പുള്ളിയെ. അപ്പം സാമ്പത്തിക ഭദ്രതയുള്ളവര് വരരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞെന്താണ്, വരരുതെന്നല്ല, അവരും വരണം. സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരുവൻ വന്നാലും അവന് ഇതിനകത്ത് നിൽക്കണം. നല്ലതുപോലെ വെളുത്ത ഒരാൾ വന്ന് തെറ്റല്ല, വരണം. നല്ലതുപോലെ കറുത്ത ഒരാൾ വന്ന് അവന് ഇതിനകത്ത് വരണം. നല്ല നെടുപ്പമുള്ള പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ നല്ല ഫിഗറുള്ള ഒരാൾ വന്നു, അവനും സഭയെ വരണം. മാനസാന്തരപ്പെട്ടു. കാണാൻ വലിയ ഏതാ അല്ല, മറ്റേ തള്ള പറഞ്ഞതുപോലല്ല, ഏതാ മനസ്സിലായോ? തള്ള പറഞ്ഞതുപോലെ കളറ് ഇല്ലാത്തവനും ഇതിനകത്ത് വരണം. നെടുപ്പം ഉള്ളവനും വരണം, നെടുപ്പം കുറഞ്ഞവനും വരണം. മിടുക്ക് കുറഞ്ഞവരും വരണം. എല്ലാവരും മാനസാന്തരപ്പെട്ട് ഒന്നിച്ചു കൂടുന്നതാണ് ദൈവസഭ, യേശുവിനെ രക്ഷിതാവായി. അതുകൊണ്ട് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, കാശുകാര് മാത്രം കൂടുന്ന അത് സഭയൊന്നുമല്ല.
ഒരു പ്രത്യേക വിഭാഗക്കാര് മാത്രം കൂടുന്നത് അതും സഭയല്ല. സ്തോത്രം. ഒന്നുകൂടെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, കാശുള്ളവനും കാശില്ലാത്തവനും, കറുത്തവനും വെളുത്തവനും, ഇരുനിറമുള്ളവനും, പണ്ഡിതനും പാമരനും, ലോകപ്രകാരം ഉന്നത ശ്രേണിയിൽപ്പെട്ടവനും താഴെ കിടകിൽപ്പെട്ടവനും, ദരിദ്രനും ധനവാനും, എല്ലാവരും മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വന്ന് ഒന്നിച്ചു കൂടുന്നതാണ് ദൈവസഭ. ദൈവത്തിന് മഹത്വം. ആട്ടെ, ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ചിലർക്ക് ഇതൊക്കെ കേൾക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് മഹത്വം. എന്നാൽ ആത്മീകർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഈ മുഖം നോക്കും. അപ്പൊ എനിക്ക് മനസ്സിലാക്കും ഇതിനകത്ത് ആത്മീയർ എത്ര എണ്ണയുണ്ട്. അങ്ങനെയൊക്കെയായി വിവേചിക്കുന്നു. അല്ലാതെ തലയെ കൈവച്ച് വെളിപ്പെടുത്തണമെന്ന് പറയുകയല്ല. കേൾക്കുമ്പോ ഇങ്ങനെ അറിയും. മുഖം കാണുമ്പോൾ അറിയാൻ നീ ഏത് വകുപ്പിൽപ്പെട്ടതാണ്. ദൈവത്തിന്റെ മഹത്വം. ആത്മീകർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. ചില കാര്യങ്ങൾ തീർത്ത് പറയുമ്പോൾ ചിലർ നല്ല സന്തോഷിക്കും. അപ്പൊ നമുക്കും സന്തോഷമാ. അവർക്ക് അറിയാം. അവർ ചിന്തിക്കുന്ന ദൈവമേ ഇതെല്ലാം തീർത്ത് പറയാൻ ഒരുത്തനെയെങ്കിലും ഇപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ എന്നോർത്ത് അവര് ദൈവത്തെ മഹത്വമാണ്. ഞങ്ങൾക്ക് ഒക്കുന്നില്ല, ഞങ്ങളുടെ കയ്യിലോ മൈക്കും ഇല്ല, ഞങ്ങൾക്ക് സ്റ്റേജും ഇല്ല, എന്നാലും പൊടനാന്നേലും ഒരുത്തം വന്നിരുന്നതെല്ലാം പറയുന്നില്ല. ഇന്നാളൊരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങളെന്നും പ്രാർത്ഥിക്കുന്നു ദീർഘായുസുകൊണ്ട്. ആ എന്നോട് പറഞ്ഞു ഒട്ടും കുറയ്ക്കണ്ടെന്നാ. ഒരു ഹൈന്ദവ സഹോദരൻ മണ്ണ് നിർത്തിയിട്ട് പറഞ്ഞു ഒട്ടും കുറയ്ക്കരുതെന്ന് പറഞ്ഞു. എന്നും ഞങ്ങൾ വേറെ ചില ദിവസം കൊണ്ട് ആൾക്കാർ കേൾക്കുന്നുണ്ട്, ഒട്ടും കുറച്ചേ കരുതും കൊടുത്തോളാൻ പറഞ്ഞു. ഈയിടെ ഒരു തിരുമേനിയെ കണ്ടു, ഒരു ബിഷപ്പിനെ. അപ്പം ഞാനോടത്ത് പുള്ളിക്ക് എന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു. ചെന്നപ്പോ ഓടിച്ച് കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷമായി എന്നും കേൾക്കുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറയുകയും ചെയ്യും, ആവാലം മാസം പറയും പോലെ ഞങ്ങൾക്കോ ഒക്കുന്നില്ല, ഇതിനകത്തിരിക്കുമോ ഞങ്ങൾക്കോ ഒക്കുന്നില്ല. ഞാനും ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കുക, എനിക്ക് കരുണയും ഞാൻ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളും പ്രാർത്ഥന. ചിലരൊക്കെ എന്റെ തല പോകുന്ന കാണാൻ നോക്കിയിരിക്കുന്നവരുണ്ട്. ഉണ്ട് ആരും പറയത്തില്ല. പക്ഷെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാ ഇത്രത്തോളം നിൽക്കുന്നത്. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവ എന്നരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവ എന്നരികിൽ നിന്നതും. ഇരുളിലായ ദുരിതമോടെ, ഇരുളിലായ ദുരിതമോടെ കരയുന്നത് കണ്ടുവിൻ അരുമനാഥനെ. അൻപിതോ അതിക്രമം ചെയ്തതോറ്റി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനക്കതല്ല ഞാൻ. എത്രയോ അതിക്രമം ചെയ്തതോറ്റി ഞാൻ, രക്ഷ ലഭിക്കുമെന്ന് നിനക്കതല്ല ഞാൻ. അനുഭവോ ശ്രദ്ധിക്കുക. ഒരു വിഭാഗക്കാര് മാത്രം കൂടുന്നത് സഭയല്ല, എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നതാ സഭ. അപ്പൊ ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ അല്ലല്ല 1 മുതൽ വായിച്ചു, 6:1 മുതൽ. തങ്ങളുടെ വിധവമാരെ പണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം. അകത്തെ പ്രശ്നം തുടങ്ങി ഇല്ലേ? ഇതുവരെ പുറത്താ പ്രശ്നം.
അവിടുന്ന് സൗഖ്യമായി. ശാസ്ത്രജ്ഞര്, പരീക്ഷന്മാര്, മതനേതാക്കന്മാര്, ഇവരെല്ലാം കൂടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ഏത് ശക്തി കൊണ്ട് ആരുടെ നാമത്തിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യും? ഭയങ്കര പ്രശ്നം. വെളിയിലാ പ്രശ്നം. ഇപ്പൊ പ്രശ്നം എവിടാ? ഉറക്കെ പറ. സഭയ്ക്കകത്ത്. പിണങ്ങാതിരിക്കാമെങ്കിൽ പറയാം. പ്രശ്നത്തിന്റെ മൂല കണ്ണികൾ ആരാ? തുറന്ന് പറ. ഏ ഏ ഇവിടെ എന്നാ പറഞ്ഞത്? ഇവിടെ വിധവമാര് പ്രശ്നമാണ്. ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായിട്ട് ഇവിടെ രണ്ട് തരത്തിൽ ആ വിഷയം പറയുന്നത്. ഒന്ന്, ഈ മേശമേലുള്ള ശുശ്രൂഷ എന്ന അതിന് രണ്ട് ആശയമാണ്. ഒന്ന് ഭക്ഷണ വിഷയം, രണ്ട് ധനപരമായ കാര്യം. ഇതിൽ വേദപഠിതാക്കൾ മിക്കരും അഭിപ്രായപ്പെടുന്നത് ധനപരമല്ല, ഭക്ഷണ വിഷയമാണ്. മേശ എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണവും പൈസയും. മേശയൊക്കെ മറിച്ചിട്ടുന്നുണ്ടല്ലോ, കാക്കളയും എല്ലാം, അത് ബിസിനസ്. അപ്പം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മേശ ഭക്ഷണമാണ്. മരുഭൂമിയിൽ മേശ ഒരുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചല്ലോ. ഭക്ഷണം. അപ്പൊ ഈ ഭക്ഷണ വിഷയത്തിൽ പ്രശ്നമായി. യവനായ സ്ത്രീകളും എബ്രായ സ്ത്രീകളും അന്ന് ഇന്നും ഒക്കെ ഉണ്ട്, പ്രശ്നമുണ്ട്, ഇല്ലേ? എല്ലാരും അല്ലെങ്കിലും ചിലരുടെ കാര്യമല്ല. ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരും സഭയിലെ പിള്ളേരും നമ്മുടെ പിള്ളേരും ഒന്നിച്ച് കളിക്കുക. അപ്പം ചിലര്, എല്ലാരും അല്ല, ചിലര് നല്ല മനുഷ്യരുണ്ട് കേട്ടോ, ധാരാളമുണ്ട്. ചിലര് നമ്മുടെ പിള്ളേർക്ക് ബൂസ്റ്റിട്ട് ചായ കൊടുക്കും, അപ്പുറത്തെ പിള്ളേർക്ക് എല്ലാരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇച്ചിരി എന്റെ അഭിപ്രായമാണ് കേട്ടോ. ഇച്ചിരി ബൂസ്റ്റേ ഉള്ളൂ. 4 പിള്ളേര് കളിക്കുക, അതിലൊന്നും നമ്മുടേതാണ്, മറ്റു 3 മറ്റു പിള്ളേരാണെങ്കിൽ ആ ഉള്ളത് 4 നടത്തി വെച്ചാണ് ഒന്നിച്ചിട്ട് കലക്കിയിട്ട് 4 കപ്പിനകത്താണ് കുഞ്ഞുങ്ങൾക്ക് 4 കൊടുക്കണം. നമ്മൾ നമ്മുടെ കൊച്ചിന് മാത്രം കലക്കി കൊടുക്കുന്ന നന്നാകാൻ വേണ്ടിയല്ലേ? ഇത് 4 പേർക്കും കൊടുത്തേ 4 നന്നാകും. നിന്റെ കൊച്ചിന് ഒരു കുഴപ്പവും വരുന്നില്ല. ചില തള്ളാര് പറയാം, അവനത് കൊടുത്തു പ്ലസനെ പാടില്ല കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യുന്നെന്നല്ല ഞാൻ പറഞ്ഞ്, അങ്ങനെ ചെയ്യരുത്. ആ ബാലകന്മാരെ പരിശോധനാ സമയത്ത് അവര് പറയുന്നത്, ഞങ്ങൾക്ക് പച്ചവെള്ളവും ശാഖപദാർത്ഥവും മതി, മറ്റവർക്ക് റോയൽ ഫുഡാണ് കൊടുത്തു. അതെ, 10 ദിവസം കഴിഞ്ഞൊന്ന് നോക്കണം, ഞങ്ങൾ അങ്ങനെ അവരങ്ങനെ. വൈറ്റമിൻ എല്ലാം കഴിച്ചവൻ ഒരുമാതിരി വെള്ളറി പരുവക്കേട് ഇരുന്നപ്പോൾ പച്ചവെള്ളവും ശാഖപദാർത്ഥവും കൊടുക്കുന്നില്ല. പുറത്തൊരുപോട് അവരോട് കിട പിടിക്കാൻ ചിലപ്പോ പച്ചവെള്ളം അല്ലായിരിക്കും. നീ പ്രാർത്ഥിക്കുന്നതിന്റെ സന്തതിക്ക് കൊടുത്തേ ഒരു കുഴപ്പവും വരികയല്ല, ഒരു കുഴപ്പവും വരികയല്ല. സ്തോത്രം, ഒരു കുഴപ്പവും വരികയല്ല. ദൈവത്തിന്റെ മഹത്വം. ഞാൻ എന്നോടൊരു അമ്മ സാക്ഷി പറഞ്ഞതാ, ദൈവത്തോമ്പിൽ ജീവിതമാണ്. 5-6 പിള്ളേരുണ്ട്. ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലമാണ്. അതിഥികളായിട്ട് ഓർക്കാപ്പുറത്ത് 3-4 പേര് സഭായത്തിന് കയറി വന്നു. ആകെ ഇച്ചിരി ചോറ് വെച്ചതാ, അത് അവർക്ക് കൊടുത്തു, സഭായം കഴിഞ്ഞു. പിള്ളേർക്ക് ദൈവത്തിന്റെ മകത്വം. അപ്പം ഈ അമ്മ പിള്ളേരെ എല്ലാം വിളിച്ച്, അവര് കളിക്കാൻ പോകാൻ പിള്ളേരും ഒക്കെ ഉണ്ട്. വന്നവർക്ക് ഭക്ഷണം കൊടുത്ത് അവരൊക്കെ അമ്മ പിള്ളേരെ വിളിച്ചേച്ച് കഞ്ഞിവെള്ളം ഉണ്ടാക്കി, അതിന് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് വെച്ച് 5-6 ചട്ടി, പണ്ട് കാലമാണ്, അതിന് കോപ്പച്ചട്ടി എന്നാണ് ഞങ്ങളുടെ അവിടെ പറയാം. അത്
നേരത്തെ വെച്ചിട്ട് ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേറെ വലിയ കഞ്ഞിവെള്ളമാകുന്നത് ഇത് നീ ഔഷധമാക്കി പഥ്യമാക്കി നല്ല അമൃത പോലെ ആക്കി കൊടുക്കും. അമ്മ പറഞ്ഞത് പിള്ളേരെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ ആഹാരം കഴിക്കുന്നത് മസരിപ്പോടാണ്. ദൈവം അങ്ങനെയൊക്കെ ചെയ്യും. ദൈവത്തിന്റെ മകത്വം, ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഈ വേറുകൃത്യം കാണിക്കും. സ്തോത്രം. വേറുകൃത്യം കാണിക്കും. വിശേഷിച്ച് ഭക്ഷണ വിഷയം ഇച്ചിരിയേ ഉള്ളൂ. അതെല്ലാവരും കൂടെ സഹകരിക്കണം. അല്ലാതെ പാത വെച്ചേക്ക് എല്ലാവരും പോയി കഴിയുമ്പോൾ നോക്കി ഒരാളും ഇവിടെ പോകും. എല്ലാവരും പോയി കഴിയുമ്പോൾ പന്നിയിരുന്നു അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അത് പാടില്ല. സന്തോഷത്തോടെ കൊടുക്കണം. ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കും അങ്ങനത്തെ അനുഭവമുണ്ട്. ഈ നമ്മൾ കഴിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കഴിക്കുന്നത് കാണുമ്പോൾ ഒരു തൃപ്തി. ഞാൻ കഴിഞ്ഞ ദിവസവും സഹോദരന്മാരുള്ളപ്പോൾ ഞാൻ പറഞ്ഞു, ഭക്ഷണത്തിനകത്ത് ഒരു മായവും കാണിക്കരുത്. വിശേഷിച്ച് ഹോട്ടലൊക്കെ നടത്തുന്ന സഹോദരന്മാരോട് പറയാം, ഭക്ഷണത്തിനകത്ത് മായം ചേർത്താൽ കള്ളത്തരം കാണിച്ചാൽ നിന്റെ കുടുംബം മുടിഞ്ഞു പോകും. രക്ഷപ്പെടുക. കാരണം മനുഷ്യന്റെ ജീവന് ആധാരമായിട്ടിരിക്കുന്നതായി ഭക്ഷണം. അതെ, ഇങ്ങനെ പോട്ടെ, ഗുണദോഷമൊക്കെ പറഞ്ഞത് കുഴപ്പമില്ല. ഇന്ന് നമ്മൾ ഇങ്ങനെ സന്ധ്യക്ക് ഇച്ചിരി തണുപ്പുമൊക്കെ. ഭക്ഷണത്തിനകത്ത് മായ ഒന്നും കാണിക്കരുത്. അതിനകത്ത് വൃത്തികേട് കാണിക്കരുത്. മനസ്സിലായോ? തന്നെ വേണം അത് കൊടുക്കാൻ. അത്യാവശ്യം. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ സാഹചര്യം ഇച്ചിരി ചൂട് ചോറും മുളക് ഉടച്ചതേ ഉള്ളൂ, അല്ലെ ചമ്മന്തി അതേ ഉള്ളൂ, മതി. പക്ഷെ ചമ്മന്തി ആണെങ്കിൽ അത് ചമ്മന്തി ആയിരിക്കണം, വെറും ചമ്മന്തി ആകരുത്. ഇപ്പൊ പിടി കിട്ടിയോ? ചമ്മന്തി ആയിരിക്കണം. ചമ്മന്തിയുടെ മണവേ വരാവൂ, ചമ്മന്തിയുടെ രുചിയെ വരാവൂ. അത് കഴിച്ചവരും ഉണ്ടാക്കിയവരും എല്ലാവരും പറയണം ഇത് ചമ്മന്തി തന്നെയാണ്. മനസ്സിലായി കാണും. ഒരു കൂട്ടാനേ ഉള്ളു. ഞങ്ങള് ഈ സഹോദരനെ കൊണ്ട് ഞങ്ങള് പഞ്ചാബിൽ പോയി ശുശ്രൂഷ. അവിടെ യോഗം കഴിഞ്ഞപ്പോ ഭക്ഷണം കൊടുക്കുക. ഭക്ഷണത്തിന്റെ കൂടെ ഒറ്റ കറിയേ ഉള്ളൂ, കൂട്ടാനേ ഒരു കൂട്ടാനേ ഉള്ളൂ. പഞ്ചാബ് അറിയാമല്ലോ, മാസത്തിൽ എന്ത് സന്തോഷത്തോടാ വരും. നമ്മുടെ ഇവിടുത്തെ പോലെ ധാരാളം വിഭവസമൃദ്ധമായ കറികളൊന്നുമില്ല. ഇവിടെ ഇല ഇട്ടേച്ച് ഇങ്ങനെ നോക്ക് ഏതൊക്കെയാണ്. അതെന്ത് അത് വേറെ. ഇതെന്താ? അത് സാമ്പാർ. ഇതെന്തുവാ? അത് അവിയല്. ഇതെന്തുവാ? അത് ചിക്കൻ. ഇതെന്തുവാ? അത് മീൻ. ഒത്തിരി ഉണ്ടെങ്കിൽ ഇങ്ങനെ. എനിക്ക് ഒരു ദൈവദാസിയെ അറിയാം. ഏതാണ്ട് 38-39 വർഷത്തോളം അവരുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തുക. എല്ലാ ബുധനാഴ്ചയും 35 38 അത്രയും 40 വർഷത്തോളം ആകും. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. എല്ലാ ബുധനാഴ്ചയും വരുന്നവർക്ക് എല്ലാം ഭക്ഷണമാണ്. അത് ഈ 10-40 വർഷവും മുടങ്ങാതെ കൊടുക്കും. ഒരു 2-3 കൂട്ടം കറിയേ ഉള്ളൂ, ഒരു സാമ്പാറും ഒരു തോരനും വേറെ. അപ്പൊ പുള്ളിക്കാരി ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കർത്താവ് അനുവദിക്കുന്നിടത്തോളം കാലം കൊടുക്കാം. ഇത് ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് തന്നെ 15 കൂട്ടം സാധനം കൂട്ടി കൊടുത്തു. പിന്നെ അടുത്ത ആഴ്ച പ്രാർത്ഥന വെക്കട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥന വെക്കട്ടെ. ഇങ്ങനെ നടക്കും.
എന്നാ അതിന്റെ അടുത്ത ആഴ്ച. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കൂട്ടാൻ മതി. ഈ സന്തോഷത്തോട് ഇത് കൊടുക്കുമ്പം അതൊരു കൂട്ടാണ്. നമ്മുടെ ആ മുഖവും ഇടപാടും സമീപനം ഒക്കെ കാണുമ്പോൾ നമുക്ക് തൃപ്തിയാണ്. ഞങ്ങൾ പഞ്ചാബിൽ ചെന്നപ്പോൾ വളരെ സന്തോഷത്തിൽ ഒരു കൂട്ടാനേ ഉള്ളൂ. പക്ഷെ എല്ലാവരും അതിരുന്ന് കഴിക്കുന്നതിന് സന്തോഷത്തോടാണ്. എവിടെ 5-6 കൂട്ടം കൊടുത്താലും മോദേ തെളിയത്തില്ല, കഴിച്ചു കുറ്റവും പറയും. അതുകൊണ്ട് കളയുന്നല്ലോ, നാശമാണ് നമ്മൾ ഇവിടെ ഒപ്പിക്കുന്നത്. അത് പാടില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതുള്ളൂ, ഭക്ഷണത്തിനകത്ത് മായ ഒന്നും ചേർക്കും. വിശേഷിച്ച് ഹോട്ടലും ഇപ്പൊ എല്ലാം അങ്ങ് വീട്ടിൽ ഊണാ. എന്തുവാ? വീട്ടിൽ ഊണ്. എല്ലായിടത്തും അങ്ങ് പോടാ, വീട്ടിൽ ഊണ്. അത് വൃത്തിയായിട്ട് കൊടുക്കണം, നല്ലതുപോലെ കൊടുക്കണം. കഴിക്കുന്നവൻ പ്രാഗിയേച്ച് മിക്കതും പൂട്ടിക്കെട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മേശമേലുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നു, വേറുകൃത്യം കാണിക്കുന്നു. അത് പാടില്ല. ചില ഇടങ്ങളിലൊക്കെ ചെന്നാൽ വേറുകൃത്യമുള്ള സ്ഥലങ്ങളുണ്ട്. വീടാന്നേലും ഉണ്ട്, സഭയാന്നേലും ഉണ്ട്. ഞങ്ങളുടെ വീട്ടില് പല ദൈവമക്കൾ വരും. വിശേഷിച്ച് വെള്ളിയും ശനിയും ഞായറും ഒക്കെ ആൾക്കാർ കൂടുതലുണ്ട്. സഭായത്തിന് വരുന്നവരും എല്ലാം വരും. ചിലപ്പം 10, 15, 18 ഒക്കെ പേര് കാണും. അപ്പൊ ഞാന് വളരെ പ്രാഗൽഭ്യത്തോടാ പറഞ്ഞത്. വരുന്നവരൊക്കെ പറയും, ഉള്ളത് എല്ലാവരുടെ സന്തോഷമായിട്ട്. നിങ്ങൾ ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അടുക്കള എത്തിക്കുന്ന എടുത്ത് കഴിച്ചോണം. യോ വീടാ, അമ്മാമ എന്നെ വേറെ അങ്ങനെ ഒന്നും ചിലപ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാനും എടുക്കാനും കൊടുക്കാനും നേരെ കിട്ടിയെന്ന് വരികയാണ്. അപ്പൊ നിങ്ങളും ഞങ്ങളുടെ വീട്ടിൽ വരുന്നവര് അടുക്കളയിൽ എന്തെങ്കിലും എടുത്ത് കഴിച്ചോണം. ഉണ്ടാക്കി കഴിക്കാനാവുന്നത് എടുത്ത് ഉണ്ടാക്കി കഴിച്ചോണം. ഫ്രിഡ്ജിനകത്ത് വല്ലതും ഉണ്ടാക്കി അത് തുറന്നെടുത്ത് കഴിക്കുന്നതൊക്കെ കഴിച്ചു. പിന്നെ ഒരു നിബന്ധനയുള്ള കളയാനൊക്കത്തില്ല. ഒരു ചോറ് കളയാനൊക്കത്തില്ല, ഒരു ഭക്ഷണ സാധനം കളയാനൊക്കത്തില്ല. ഉണ്ടെങ്കിൽ ആവശ്യത്തിന് കഴിച്ചോണം. ഇതിന് എടുത്തോട്ടെ കഴിച്ചോട്ടെ എന്ന് ചോദിക്കരുത്, കഴിച്ചോണം. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ അത് ഒരു അനുഗ്രഹമാണ്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹം. അതെ. അപ്പൊ ഇതിനകത്ത് വേറുകൃത്യം പാടില്ല, വേറുകൃത്യം പാടില്ല. ചിലയിടത്ത് തരം തിരിച്ചു കൊടുക്കുന്നതുണ്ട്. തരം തിരിച്ചു ഉണ്ട്. അവർക്ക് കട്ടൻ, മറ്റവർക്ക് കുറുവ, മറ്റവർക്ക് ചൂട പാല് കൂട്ടി അവർക്ക് പിന്നെ എല്ലാം കൂടെ കലക്കി എല്ലാവരും ഒരു സഭയിലുമാണ്. ഒരു സഭയാ, എല്ലാരും ഒറ്റ ആത്മാവുക. എല്ലാവർക്കും ഒരേ ആത്മാവ്, സഭയൊന്ന്, ദൈവം ഒന്ന്, ആത്മാവ് ഒന്ന്, വിശ്വാസം ഒന്ന്, എല്ലാം ഒന്ന്. കർത്താവ് 5 അപ്പവും 2 മീനും എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടെ വേറുകൃതി ഒന്നും കാണിച്ചില്ല. എല്ലാവർക്കും ഈ അപ്പവും മീനുമാണ്, ഇല്ലയോ? അതോ വാഴ്ത്തിയ കർത്താവിന് ഒരു പ്രത്യേക അപ്പവും മീനും, വിളമ്പിയ പത്രോച്ചനും കൂട്ടർക്കും ഉണ്ടെന്നില്ല. വേറെ അപ്പവും മീനും. പിന്നെ പന്തിക്ക് ഇരുത്തിയില്ലയോ നിയന്ത്രിക്കുന്നവര്, അവർക്ക് വേറെ, ഉള്ളിലിരുന്നവന് വേറെ. അങ്ങനെ എല്ലാവർക്കും ഈ 5 അപ്പവും, അങ്ങനല്ലേ പുസ്തകത്തിൽ? 5 അപ്പവും ചെറുമീൻ 2 എടുത്ത് വാട്ടി. 5 അപ്പവും ചെറുമീൻ 2 എടുത്ത് മാറ്റി. 5000 സംതൃപ്തിയേകിയൊരു 5000 സംതൃപ്തിയൊരു യേശുനായക വാഴ്ക ജീവനായക നിരന്തം. യേശുനായക വാഴ്ക ജീവനായക നിരന്തം. അഞ്ചപ്പവും ചെറുമീൻ 2 എടുത്ത് വാട്ടി. 5 അപ്പവും 2
ജീവദായക നിരന്തരം യേശു നായക ഭാഗ്യ ജീവദായക നിരന്തരം. ആട്ടെ, മുമ്പോട്ട് പോകാം. അപ്പൊ ആദിമസഭയ്ക്ക് പ്രശ്നങ്ങൾ സഭയ്ക്കകത്ത് ദിനം പ്രതികളുടെ ശുശ്രൂഷയിൽ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്ന വേറെ കൃത്യം. പ്രശ്നം രൂക്ഷമായി. പത്രോസിന്റെ അടുക്കൽ പ്രശ്നം വന്നു. അപ്പൊ പത്രോസ് അതിന് പോകാൻ വഴി പറഞ്ഞത്, ദൈവവചനം ഉപേക്ഷിച്ച് മേശമേൽ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് യോഗ്യമല്ല, വിഹിതമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ജ്ഞാനവും നല്ല സാക്ഷ്യവും പരിശുദ്ധാത്മാവുള്ള 7 പേരെ തെരഞ്ഞെടുക്കട്ടെ. അങ്ങനല്ലേ വായിച്ചേ? ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കണം. പിന്നെ അവരെ ഈ വേലയ്ക്കാക്കാം. അടുത്തത്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അടുത്തത്, ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി 7 പേരെ തിരഞ്ഞെടുത്ത് വായിരുന്നു. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തെഫാനോസ്, ഫിലിപ്പോസ്, ആ ആ ആ ആ 7 പേരെ തിരഞ്ഞെടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സ്തെഫാനോസ്. ഞാൻ ചരിത്രത്തിലേക്ക് എല്ലാം പോകുന്നത് നിങ്ങൾക്കറിയാം. സ്തെഫാനോസിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. മേശമേൽ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തെങ്കിലും ദൈവം തന്നെ ശക്തമായിട്ട് അനേകരുടെ ഇടയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. സ്തെഫാനോസ് ശക്തമായി ദൈവത്തിന്റെ വചനം പറയ 7:1 മുതൽ വായിച്ചേ. ആറാം അധ്യായത്തിന്റെ ഒടുവിലത്തെ കണ്ണിക ഒന്ന് വായിച്ചേ. ആ ആ ആ 6ന്റെ ഒടുവില് വായിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാവരും ഒരു ദൈവദൂതന്റെ മുഖം പോലെ. അടുത്തത് വായിച്ചോ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അപ്പോൾ സ്തെഫാനോസിന്റെ പ്രഥമ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. മേശമേൽ ശുശ്രൂഷിക്കാനാ തെരഞ്ഞെടുത്തത്. പക്ഷെ താൻ വിശ്വസ്തനും വിശുദ്ധനും ആത്മനിറവും പരിജ്ഞാനവും ദൈവകൃപയും നല്ല സാക്ഷ്യമുള്ളവനാകിയാൽ ദൈവം തന്നെ ശക്തമായിട്ട് ഉപയോഗിച്ചു. ദൈവദൂതന്റെ മുഖം പോലെ. സ്തോത്രം. വളരെ ആത്മശക്തിയോടെ തിരുവചനം പറയാൻ തുടങ്ങി. അങ്ങനെ സ്തെഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ യാക്കോബിന്റെ വിഷയം പറഞ്ഞു വന്ന കൂട്ടത്തിൽ താഴോട്ട് പറഞ്ഞു വന്ന് പടനിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയെ ദൈവം വിളിച്ചത്, മോശയെ കൊണ്ട് ദൈവം ശുശ്രൂഷ ചെയ്യിപ്പിച്ച കാര്യം പറഞ്ഞു വരികയാണ്. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് 38-39 വാക്യത്തിൽ, മരുഭൂമിയിലെ സഭയിൽ നമ്മോടുകൂടെ ഇരുന്നവൻ, സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവൻ. മോശയുടെ കാര്യം അവിടെ പറയുന്നത്. ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും ഇവൻ തന്നെ. അപ്പോൾ ദൈവം അരുളപ്പാടുകൾ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. മോശ മുഖാന്തരം അരുളപ്പാടുകൾ നമുക്ക് ലഭിച്ചിരിക്കുക. അപ്പോൾ ഒന്ന്, മോശയെ പറ്റിയാ പറയുന്നത്, മരുഭൂമിയിലെ സഭയിലിരുന്നവൻ. 2, മരുഭൂമിയിലെ സഭയുടെ വിശേഷത. 3, ഇവര് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു പോയി. ഇന്ന് രാത്രി ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ അല്പാൽപമായി നമുക്ക് ചിന്തിക്കാം. ഒന്ന്, മോശയെ പറ്റി 90-ാം സങ്കീർത്തനം, അതിന്റെ തലക്കെട്ടിൽ ഒരു പദമുണ്ട്, വായിച്ചേ. സങ്കീർത്തനം 90-ന്റെ തലക്കെട്ട് ഒന്ന് വായിച്ചേ. ഹെഡിങ്
അത് ഒന്നാം വാക്യമാ, ഹെഡിങ്ങുമായിരുന്നു. ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. ദൈവപുരുഷൻ, ഞാൻ എപ്പോഴും പറയും, 90-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ കിടക്കുന്ന ദൈവപുരുഷൻ. ആവർത്തന പുസ്തകം 33 വായിച്ചേ. ആവർത്തനം 33 പുരുഷൻ എന്നാ. അപ്പൊ രണ്ട് സാക്ഷികൾ കൊണ്ട്, രണ്ട് വാക്യം കൊണ്ട് ഉറപ്പിക്കാമല്ലോ ദൈവപുരുഷനാണ്. ദൈവപുരുഷനായ മോശെ. എന്നാൽ ഈ മോശയെ പറ്റി പ്രാരംഭ സമയത്ത് നമ്മൾ വായിക്കുന്ന ദൈവപുരുഷൻ എന്നല്ല. മോശയെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാ? ചെറുപ്പത്തിൽ മോശേനെ അറിയപ്പെട്ടത് എങ്ങനെയാണ്? ഉറക്കെ പറ. ഉറക്കെ അങ്ങ് പറഞ്ഞു, തെറ്റൊന്നും അല്ല. അണ്ടാ 11-ാമത്തെ അധ്യായത്തിന്റെ 24, 20, 25 വായിച്ചു. എബ്രായ ലേഖനം 11-25. മതി. ഫറവോന്റെ പുത്രിയുടെ മകൻ. അപ്പൊ ചെറുപ്പത്തിൽ അറിയപ്പെട്ടത് എങ്ങനാ? ഫറവോന്റെ പുത്രിയുടെ നമ്മൾ വായിച്ചുകൂടെ? അത് ചെറിയ ഒരു സ്ഥാനമല്ല. ഫറവോന്റെ പിന്നെ അങ്ങനെ വിളിച്ചോണ്ടിരുന്നത് ഫറവോന്റെ പുത്രിയുടെ മകൻ. വലിയ മോനാണ്. അപ്പൊ അറിയാമല്ലോ സാഹചര്യവും ജീവിത രീതിയും ഒക്കെ എങ്ങനെയാണ്. അതുകൊണ്ടാണ്. അപ്പൊ ലോക ചരിത്രത്തിൽ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പറഞ്ഞ വലിയ സ്ഥാനമാണ്. അതെ. എന്തിനാ തിരിച്ചു വരെ പോകട്ടെ. ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ മോനെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. ഇന്ദിരാഗാന്ധിയുടെ മകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നെഹ്റുവിന്റെ മകളാ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ മകനാ മരിച്ചുപോയ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. സഞ്ജയ് ഗാന്ധിയൊക്കെ ചെറിയ പൊസിഷനാണ്. വടക്കേന്റെ കൂടെ പോയാൽ ഇന്ദിരാഗാന്ധിയുടെ അപ്പൻ നെഹ്റുവിന്റെ അപ്പൻ മോത്തിലാൽ നെഹ്റു. അവരുടെ സ്ഥാനം തന്നെ ഒന്ന് നിർണയിക്കാൻ പറ്റുകയില്ല. അതുപോലെ കിടക്കുക. ലണ്ടനിലാണ് പഠിച്ചത്. കേട്ടിട്ടുണ്ട് നെഹ്റുവിന്റെ സ്യൂട്ട് പാരീസ് കൊണ്ടുവരുന്നത്. പത്രം കാലത്ത് കേട്ടിട്ടുണ്ട്. ഭാഷയുടെ പേര് കേട്ടതാണ് പാരീസ്. അതിന്റെ പാരീസ് വന്നതാണ്. പണ്ടുകാലത്ത് അങ്ങനെ ഫാഷൻ അവിടെ പാരീസ്. അപ്പൊ അവിടുത്തെ സൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്ര കേമമാണ്. അപ്പം കേട്ടിട്ടുണ്ട് നെഹ്റുവിന്റെ സൂട്ട് വരെ പാരീസ്. ലണ്ടനിലാണ് പഠിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ അപ്പൻ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ ഉറക്കെ പറ. ആ പിള്ളേരൊക്കെ ചാച്ചാക്കി. അപ്പൊ അദ്ദേഹം ക്ലാസ്സിൽ ചെന്നപ്പോ താമസം അപ്പൊ ചോദിച്ചെന്നാ പറഞ്ഞു വരാൻ വൈകി. അതിന് കേട്ടിട്ടുണ്ട് അപ്പൻ 4 വർഷത്തിൽ തിരികെ വന്നാൽ കടകിന്റെ കുറ്റി പോയിട്ട് വരെ വെച്ചു. ബാബുന്ന് കയറിയപ്പോ കടകിന്റെ കുറ്റിയില്ല. ചാക്കിയരുടെ വളർത്തിട്ടത് ആണിയൻ വന്ന് നമ്മൾ ഇതിനെ തള്ളിപ്പിടിച്ചോണ്ടിരിക്കുക. ഞാൻ തമാശ പറഞ്ഞു തന്നതല്ല. ഇന്ന് വരെ 50 രൂപ 100 രൂപയുണ്ട്.
ബാത്റൂമിൽ എടുക്കുന്ന മദ്യന്റെ പിടിയില്ല. ഒരു നോർത്തോട്ട് വിടാം. ഇതൊക്കെയാ നമ്മുടെ മനസ്സിലാക്കിയാണോ അതോ ഒരെണ്ണം ഉള്ളത് പൊട്ടിയിരിക്കില്ല. പകുതി വെള്ളമായപ്പോഴേ അത് കൂടെ നിങ്ങൾ എനിക്കപ്പാ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ വന്നതൊന്നുമല്ല. ഈ വിവാഹ പ്രാർത്ഥന തീരുന്നതിന് മുന്നേ അതൊക്കെ പോയി ക്രമീകരിക്കണമല്ല. ഇവിടുത്തെ ഇങ്ങനെ കണ്ണ് ഇരുന്നാ പോരാ. ഇന്ന് രാത്രി ആത്മാവിനായിട്ട് തിരിച്ചു പോകുമ്പം വിടുന്നില്ല. അങ്ങനെയും ഒരു വിടുതൽ നടക്കട്ടെ. ഇതൊക്കെ വിടുതലല്ലേ? സ്തോത്രം. അല്ല, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, ചിലക്ക് ബുദ്ധിമുട്ട് വരും. ദൈവത്തിന് മഹത്വം. അപ്പൊ അങ്ങനെയുള്ള ആ കുടുംബത്തിൽപ്പെട്ടതാ നെഹ്റുവിന്റെ കൊച്ചുമകൻ, ഇന്ദിരാഗാന്ധിയുടെ മകൻ. ചെറിയ പദവിയാണ് എന്ന് പറഞ്ഞതുപോലെ മോശെ വളരുന്നത് ഫറവോന്റെ പുത്രിയുടെ മകൻ. അത് ചെറിയ പൊസിഷൻ അല്ല. എല്ലാവരും ബഹുമാനിക്കും, എല്ലാവരും ആദരിക്കും. എവിടെ ചെന്നാലും എന്റെ ഭാഷ ഒരു സീറ്റ് ഉണ്ട്. ആരും കയറി പെട്ടെന്ന് കൊമ്പ് കോർക്കുകയല്ല. പക്ഷേ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള പേര് പുള്ളി നിരസിച്ചു. എന്നിട്ട് ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുത്ത് ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിച്ച മോശയെ പിന്നത്തേതിൽ അറിയപ്പെട്ടത് ദൈവപുരുഷനായ മോശ. മോശയ്ക്ക് ഒരു കാര്യം വെളിപ്പെട്ടു, മനസ്സിലായി, ബോധ്യപ്പെട്ടു, തീരുമാനിച്ചു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള പേരിനേക്കാൾ എനിക്ക് ഏറ്റവും അത്യാവശ്യം ഞാൻ ദൈവപുരുഷനായി തീരുക. എന്റെ പ്രിയരെ, ഈ ലോകത്തിലെ ഒരു വാർഡ് മെമ്പറോ അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റോ MLA യോ MP യോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അതൊക്കെ നല്ല കാര്യം, ഭരിക്കട്ടെ. പക്ഷെ ഒരു ദൈവവൈതലിന് അതല്ല ഭൂഷണം. നീ ഒരു ദൈവദാസൻ, ഒരു ദൈവദാസി, ആ പദവി ലഭിക്കുന്നതാ ഏറ്റവും വലുത്. ചുമ്മാ ദാസന ദാസിയല്ല, ദൈവദാസൻ, ദൈവത്തിന്റെ ദാസൻ. എന്ത് പദവിയാ! ഈ കാണുന്ന അണ്ടകടാകത്തെ ചരാചരങ്ങളെയെല്ലാം നിർമ്മിച്ച് സൃഷ്ടിച്ച സർവജ്ഞനായ ദൈവം. ഈ കാണുന്നതിനെ എല്ലാം ദൈവം സൃഷ്ടിച്ചതാ, അല്ലയോ? അത് സംശയമാണ്. 5 ദിവസം കൊണ്ട് ഈ പൂജരകേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് 6-ാം ദിവസം ദൈവം മനുഷ്യനെ, ഞാന് ഇടയ്ക്ക് കയറി പറയാ, ദൈവത്തിന്റെ സൃഷ്ടിയുടെ മാഹാത്മ്യം സങ്കീർത്തനക്കാരെ പാടുക ഭയങ്കരവും അതിശയകരമായി നമ്മളെ. നിങ്ങള്, എന്റെ വിഷയമല്ല, ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ പഠിച്ചാല് ദൈവം സൃഷ്ടിച്ചപ്പോഴ് അനുഗ്രഹിച്ചത് 3 വിഷയത്തെ അനുഗ്രഹിച്ചു. ബാക്കിയെല്ലാം അനുഗ്രഹിച്ചില്ല. അനുഗ്രഹിച്ചത് 3 കാര്യം. ഓർക്കുന്നുണ്ടോ? അനുഗ്രഹിച്ചത് ഈ കാണുന്ന സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ആര് എങ്ങനെയൊക്കെ പറഞ്ഞു? സ്കൂൾ പഠിച്ചാന്നോ അതോ ആൻസറും ഇല്ല പറഞ്ഞു? ശബ്ദം ഞാൻ എന്തിനെയൊക്കെ അനുഗ്രഹിച്ചേ? വേറെ പുസ്തകത്തിലുണ്ടെന്ന് നിങ്ങൾ എന്റെ ഇവിടാണ് എഴുതി വെച്ചേക്കുന്നത്. പെട്ടെന്ന് പറ. ഒന്ന്, ആദമിനെ ദൈവം അനുഗ്രഹിച്ചു, മനുഷ്യനെ. ഒന്ന്. പിന്നെ തന്നെ വായിക്കുന്ന വായനയുടെ സമയമാണ്.
വേദപുസ്തകത്തിലുണ്ട്. ഏ മനുഷ്യനെ ആദമിനെ ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ഏ ഉറക്കെ പറ. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു. പിന്നെ ഇത്രേ ഉള്ളൂ. മനുഷ്യനെ അനുഗ്രഹിച്ചു. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ഒന്നുകൂടെ ഉണ്ട്. വായിക്ക്. പറവജാതിയെ അനുഗ്രഹിച്ചു. സൃഷ്ടിവൃത്തത്തിൽ 3 കൂട്ടർക്ക് അനുഗ്രഹം. പറവജാതിയെ അനുഗ്രഹിച്ചു, മനുഷ്യനെ അനുഗ്രഹിച്ചു, 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു. വേറെ ഒന്നിനെയും അനുഗ്രഹിച്ചതായിട്ട് കാണത്തില്ല. ഉണ്ടോ? ഇത് സൃഷ്ടിയുടെ വൈശിഷ്ട്യം. മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാകട്ടെ. പക്ഷേ നമ്മെ സൃഷ്ടിച്ചപ്പോ ഉണ്ടാകട്ടെ എന്നാണോ പറഞ്ഞത്? അല്ല, അവിടുത്തെ തൃക്കൈ കൊണ്ട് നമ്മളെ അതാ ഭയങ്കര അതിശയമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. മറ്റേതെല്ലാം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. നമ്മളെ ഉണ്ടാകട്ടെ, മനുഷ്യൻ ഉണ്ടാകട്ടെ, അങ്ങനെ അവിടുത്തെ കൈവേലയാണ്, വിശേഷതയുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് കയറി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറവജാതിയെ അനുഗ്രഹിക്കാൻ കാരണം ഈ പറവജാതി ആകാശത്ത് അതിന് കൊടുത്തിരിക്കുന്ന സ്ഥലം പറക്കാനും വസിക്കാനും ചരിക്കാനും. അപ്പൊ അവിടെ പറക്കുന്നതിനെ അനുഗ്രഹിക്കാൻ കാരണം ഈ ആകാശത്തിന്റെ മേലൊരു അധികാര ശക്തിയും. എഫേസ്യ ലേഖനമൊക്കെ നിങ്ങൾ പഠിച്ചാൽ ആകാശത്തിന്റെ അധികാരമെന്ന് ആകാശരാജ്ഞി എന്നൊക്കെ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആകാശത്തിൽ ദുഷ്ടാത്മസേന, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന. അപ്പൊ ഈ ആകാശത്തിൽ കുടിയിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ അതിജീവിക്കണമെന്ന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണം. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിക്കാൻ കാര്യം ആ ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിനെ നമ്മൾ ഇരിക്കണം. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ഒരു ദിവസം മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കാൻ കാര്യം ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞല്ലോ, സകലത്തിനെ നീ അടക്കി വാഴണമെന്ന 1:26 മുതലാണ് നമുക്ക് വായിച്ചത്. ആ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി. അപ്പം അവിടെ ഒരു ദൈവം ഒരു കൽപ്പന, അടക്കണം. പലരും ധരിച്ചു വച്ചേക്കുന്നത്
കടുവായെയും പുലിയെയും കരടിയെയും എല്ലാം അടക്കുന്ന കാര്യമാണ്. അല്ല, കാരണം അതിനെ അടക്കേണ്ട കാര്യമില്ല. കാരണം പാപം പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് അതുങ്ങളെല്ലാം അനുസരണയും ഹിംസജന്തുക്കളും അല്ല ആ സമയത്ത്. അതുകൊണ്ടല്ലേ എല്ലാത്തിനെയും മുന്നിൽ കൂടെ വരുത്തിയപ്പോ പേരിട്ട് വിട്ടത്. കടിച്ചു കീറുകയും പിച്ചു കീറുകയും പിച്ചു ചീന്തുകയും ഒന്നും ചെയ്യുന്നില്ല. ഒന്നിനെ നീ ഒന്ന് അടക്കേണ്ടതുണ്ട്. അടങ്ങാത്തയുടെ കാര്യം പറഞ്ഞപ്പോ കയറി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. ഭയങ്കരവും അതിശയകരമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിയുടെ ആമേൻ മണിമകുടമാ ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ആ ദൈവം നമ്മെ സൃഷ്ടിച്ച് ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നതിനാല് ദൈവത്തിന് മഹത്വം കരയറ്റണം. അപ്പൊ മോശെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. അത് ചെറിയ പൊസിഷൻ അല്ല, പക്ഷേ തനിക്ക് ആവശ്യം ദൈവപുരുഷനായി തീരുന്നതാണ്. ഇന്ന് രാത്രിയിൽ പ്രിയരെ, ഈ ലോകത്തിന്റെ ദാടിമോടുകൾ, ലോകത്തിന്റെ പേരും പ്രശസ്തിയൊക്കെ കിട്ടുന്നതിൽ നല്ലത് നീ ഒരു ദൈവദാസി എന്നുള്ള പേര് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. മോശെ എന്തുകൊണ്ട് എങ്ങനെ ദൈവപുരുഷനായി? അതിനൊത്തിരി വില കൊടുത്തു. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദൈവത്തിന്റെ മകൻ കമ്പിവാചകം പോലെ പറഞ്ഞു വിട്ടേക്കാം. മോശയെ പറ്റി പഠിക്കുമ്പോൾ അക്കാലത്ത് ജീവിച്ചിരുന്ന സകല മനുഷ്യരിലും സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു മോശ. മോശയുടെ സൗന്ദര്യത്തെ പറ്റി 3 പദമാണ് വേറെ പുസ്തകത്തിൽ. പുറപ്പാട് പുസ്തകവും അപ്പോസ്തല പ്രവൃത്തി എബ്രായ ലേഖനം കൂടെ പഠിക്കുമ്പോൾ സുന്ദരൻ, ദിവ്യസുന്ദരൻ, സൗന്ദര്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് മോശയെ പോലെ സൗന്ദര്യമുള്ള ഒരുത്തനും ഭൂമിയിലില്ല. അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു മോശ. 2, മോശയുടെ വിശേഷത വിദ്യാനിപുണനാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തി 7:22 വായിക്കുന്നത് മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവർത്തിക്കലും സമർത്ഥനായി. അന്നത്തെ ഏറ്റവും വലിയ സർവകലാശാലയൊക്കെ ഈജിപ്തിലാണ്. അപ്പൊ ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് വളരുന്നത് കൊണ്ട് അന്നത്തെ എല്ലാ വിദ്യയും മോശ അഭ്യസിച്ചു. വിദ്യാനിപുണൻ, സൗന്ദര്യത്തിൽ ഏറ്റവും ഒന്നാമൻ. തന്റെ വിശേഷതകൾ 3, നല്ല കായബലമുള്ളവന്, ആരോഗ്യമുള്ളവന്. ഒറ്റയടിക്കാ ഒരു മിസ്രയീമിനെ പോകുന്നത്. ആരോഗ്യം ഉണ്ടായിട്ടുണ്ട്, നല്ല ആരോഗ്യമാണ്. ഒറ്റയടിക്ക് ഒരു അങ്ങനെ അത്രയ്ക്ക് നല്ല കായബലമുള്ള ആളാ മോശ. 4, നിലവിലുള്ള ഫറവോൻ നാട് നീങ്ങിയാൽ അടുത്ത ഫറവോനായിട്ട് മോശ വരും എന്ന് പറഞ്ഞാൽ നല്ല ഒരു കസേര തന്റെ മുൻപിലുണ്ട്. ചെറിയ ആളല്ല. നമ്മളൊരു സഭയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ ചിലരുടെ ആ പോക്കും വരവും ഒക്കെ കണ്ടിട്ടുണ്ട്. ആ ഞായറാഴ്ചത്തെ വരവൊക്കെ ഒന്ന് കാണും. എല്ലാവരുടെ കാര്യമല്ല. ആ ബുക്കിൽ 2 പേനായി പിടിച്ചിട്ടൊരു വരവും. ചിലക്ക് പിന്നെ ഇവിടെ ആ സീറ്റ് അവിടെ. പിന്നെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ മാസം ഇപ്പോൾ സെക്രട്ടറി മുമ്പോട്ട് പോകുന്ന ചില കാര്യങ്ങൾ വരവൊക്കെ ഒന്ന് കാണേണ്ടതാണ്. എല്ലാവരുടെ അല്ല ചിലരുടെ. എന്നാൽ നല്ല വിനയമുള്ള, താഴ്മയുള്ള, ദൈവകൃപയുള്ള സെക്രട്ടറിമാരും ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ചിലരൊക്കെ ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ആ ഭയങ്കര വിദ്യ എന്നുള്ളതാണ്. അവരൊക്കെ മോശയെ കണ്ട് പഠിക്കുന്ന നല്ലതാണ്. ഫറവോന്റെ പുത്രിയുടെ മകനായതുകൊണ്ട് നിലവിലുള്ള ഫറവോൻ നാട് നീങ്ങിയാൽ അടുത്ത രാജാവായിട്ടിരിക്കണം മോശ. അത്രയ്ക്ക് പൊസിഷനാണ്, നല്ലൊരു കസേര. അടുത്തത് മിസ്രയീമിലെ സകല നിക്ഷേപം എന്ന് പറഞ്ഞാൽ മിസ്രയീമിലല്ല ഇഷ്ടംപോലെ നിക്ഷേപങ്ങളാണ്. ഇഷ്ടംപോലെ നമ്മള് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധത്തിലാണ് നിക്ഷേപങ്ങൾ. അത് കുടത്തിനകത്തൊക്കെ, വലിയ മൺകുടത്തിനകത്തൊക്കെ ഇങ്ങനെ കുറിച്ച് പിടിച്ചിട്ടിരിക്കുകയെന്ന് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. ഇവിടെ അടുത്ത് ഉണ്ടല്ലോ നിക്ഷേപം. ഇപ്പോഴും തുറക്കാത്ത സ്ഥലവും വാതിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിലുമൊക്കെ തിട്ടപ്പെടുത്താൻ പറ്റാത്ത നിക്ഷേപങ്ങളാണ് മിസ്രയീം. അതിന്റെ എല്ലാ ഉടമസ്ഥാവകാശം മോശയ്ക്കാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുക, സൗന്ദര്യത്തിൽ മുമ്പൻ, വിദ്യാഭ്യാസത്തിലും മുൻപൻ, ഫറവോന്റെ പുത്രിയുടെ മകന് നല്ല സ്ഥാനം, മാത്രമല്ല നല്ല കസേര കിടക്കുന്നു, നല്ല ആരോഗ്യമുള്ള വ്യക്തി, എന്തെല്ലാം ഇഷ്ടം പോലെ സ്വത്തിന്റെ ഉടമസ്ഥൻ. പക്ഷേ മോശയുടെ വിശേഷത ഇതൊന്നും താൻ വലുതായി കണ്ടില്ല. താൻ കണ്ടത്
ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അതിന് കാരണം എന്നാന്ന് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രതിഫലം നോക്കിയത് കൊണ്ട്. 25 വാക്യം വായിച്ചേ, 11:25. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് ദൈവമക്കളെ നമുക്കൊരു പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പ്രതിഫലം. ഈ പലരും മോശെ കനാനിൽ ചെന്നില്ലെന്ന് അത് വേറെ നിലയിലാണ് ചിലര് പറയുന്നത്. മോശ പോലും കനാനിൽ, അതിനൊരു ആത്മീയ വശം പറയാം. കനാനിൽ മോശ ചെല്ലാഞ്ഞതിന്റെ ഒരു ആത്മീയ വശം പറയാം. മോശെ ന്യായപ്രമാണത്തിന് നിഴലാണ്. ന്യായപ്രമാണം, നിങ്ങൾ റോമാലേഖനം, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം നമ്മെ അങ്ങ് കൊണ്ട് എത്തിക്കത്തില്ല. എത്തിക്കുന്നത് കൃപ. മോശയെ കനാനിൽ ചെല്ലുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? ഒക്കത്തില്ല. മറുരൂപം അല്ലെങ്കിൽ കണ്ടല്ലോ, കണ്ടില്ലേ? കണ്ടു. ദൈവത്തിന് മഹത്വം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ന്യായപ്രമാണത്തിന് നിഴലായിട്ടാണ് നിൽക്കുന്നത്. നമ്മളൊരു പാട്ടിന്റെ വരി ഇങ്ങനെ പാടുകല്ലേ, ശൈശവ പ്രായ വീഴ്ചകൾ. ആ പാട്ട് കേട്ടു ആട്ടെ, ഇന്നേലും കേട്ടല്ലോ. ശൈശവ പ്രായ വീഴ്ചകൾ മോശയാലുള്ള ആഴ്ചകൾ. ശൈശവ പ്രായ വീഴ്ചകൾ മോശയാലുള്ള ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വിശേഷതകളെല്ലാം ഉള്ള മോശെ ഇതെല്ലാം വേണ്ടാന്ന് വെച്ച് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അതിന്റെ കാരണം എന്നാന്ന് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുക, പ്രതിഫലം നോക്കിയത് കൊണ്ട്. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഇവിടുത്തെ സൗന്ദര്യം പുഴുപോലെ ക്ഷയിക്കുന്നതാ. ഇവിടുത്തെ കസേര അധിക നാൾ നിലനിൽക്കുന്നതല്ല. ഇവിടുത്തെ കാശ് അതൊരു ചെറിയ പനിക്കില്ല. ഇവിടുത്തെ കായബലം അത് ഒരു ചെറിയ അസുഖം വന്നാൽ പോകാനുള്ളതേ ഉള്ളൂ. അങ്ങനെ എല്ലാം വലിയ ജ്ഞാനം സമ്പാദിക്കുന്ന നല്ലതാ. ഒരു ചെറിയ ഞരമ്പ് തെറ്റിയാ മതി, പിന്നെ പറയുന്നത് പഠിച്ചതായിരിക്കുകയല്ല. നമ്മൾ ചിലരെ പറ്റി പറയല്ലേ, അങ്ങനെയുള്ളവരെ ദൈവം പിടിയിരിക്കട്ടെ, സൗഖ്യമാക്കട്ടെ, ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. എന്നാലും ഞാൻ കേറി പറയുക, അവരെ താഴ്ത്തിക്കെത്തി പറഞ്ഞതല്ല. ചിലരെ പറയാ, അയ്യോ കൂടുതൽ പഠിച്ചത് കൊണ്ടാ പുള്ളി പഠിച്ച് ചില പറഞ്ഞത് പഠിച്ച് അങ്ങനെ ചിലരെ പറ്റി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ ദൈവം വിടിവിക്കട്ടെ. വളരെ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ അതിന് ചെറിയ പ്രശ്നം വന്നാൽ തീർന്നതോടെ. അപ്പൊ ഇവിടെ കാണുന്നത്
നമുക്ക് സമ്പത്തും ആരോഗ്യവും സൗന്ദര്യവും തരുമ്പോ എന്റെ ഭാഷയില ഒന്നുകൂടെ വിനയപ്പെട്ട് സമർപ്പിച്ച്, കർത്താവേ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ലായിരുന്നു, എനിക്കിതിനൊന്നും യോഗ്യതയുള്ള വ്യക്തിയല്ല, എന്നാൽ അവിടുത്തെ മഹാകൃപയാ, അവിടുത്തെ കരുണയാ, അവിടുത്തെ ദയയാ. വിലാപങ്ങളിൽ വായിക്കുന്നത് പോലെ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാ. സങ്കീർത്തനക്കാരൻ പാടി, നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും, എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. ആമേൻ. 136 പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നതിന് യഹോവയിൽ പ്രശംസിക്കണം. പൗലോസ് പറഞ്ഞല്ലോ, എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്ക് നിനക്കും വല്ലോ രണ്ട് കാര്യം പറയാനുണ്ട്. കാൽവരി ക്രൂശില നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിന്റെ ദയയാണ്. നമ്മൾ ഓർക്കുന്ന നേരത്തെ മരിച്ചു പോയവരെല്ലാം മഹാഭാവികളായതുകൊണ്ട് മരിച്ചുപോയി. നമ്മൾ പരമവിശുദ്ധന്മാരായതുകൊണ്ട് നമ്മളെവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൊള്ളാം. ഈ പരമവിശുദ്ധനായതുകൊണ്ടല്ല, ഈ കുറച്ചുകൂടെ ഗുണമാകാൻ വേണ്ടി ദൈവം മിണ്ടുന്നില്ല. മറ്റവര് പോയി ദൈവം മനസ്സിലായി, ഈ പാദങ്ങളെ അങ്ങ് എടുത്തേക്കാ, ഇവിടെ കിടക്കും, വെറുതെ കോഴയല്ല. നമ്മളെ ഇവിടെ വെച്ചേക്കുന്ന നമ്മുടെ വിശുദ്ധി കൊണ്ടോ പ്രാർത്ഥനയുടെ മെച്ചം കൊണ്ടോ നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടോ നമ്മൾ ക്ലിയർ ആയതുകൊണ്ടല്ല, അതൊന്നുകൂടെ ഗുണമാകാൻ വേണ്ടി ദൈവം അല്ലേ. ഓട്ടക്കാരൻ പെട്ടെന്ന് പറയാം, 2025 കൂടെ നോക്കാം ഗുണമാകുമോ എന്ന്. സ്തോത്രം. നമ്മുടെ മിടുക്കുകൊണ്ട് വെച്ചേക്കുന്നില്ല, ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ കരുണയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി ഒന്നുകൂടെ ദൈവസന്നിധി യഥാസ്ഥാനപ്പെട്ട് വിനയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. നമ്മുടെ മിടുക്കുകൊണ്ടൊന്നും നിർത്തിയിരിക്കുന്നില്ല, പൊട്ടിക്ക് പോകുന്നത് ദൈവത്തിന്റെ ദയയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവൻ. 2, മരുഭൂമിയിലെ സഭയുടെ പ്രത്യേകത, 3 പ്രത്യേകത പറയാം. 1, ഈ മരുഭൂമിയിലെ സഭയിലുള്ള സകല ആൾക്കാരും കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചവരാ. എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും രക്ഷിക്കപ്പെട്ടവരാ. ഒരു കുഞ്ഞാടിനെ ആബീമ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായി 10-ാം തീയതി ഒരാട്ടുകുട്ടിയെ തെരഞ്ഞെടുത്ത് മാറ്റി 14-ാം തീയതി സന്ധ്യാസമയത്ത് ആ കുഞ്ഞാടിനെ അറുത്ത് കട്ടളക്കാർ 2ലും കുറുമ്പടിവലും ചോര പുരട്ടിയവരാ. എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമിയിലെ സഭയിൽ വന്ന സകല കണ്ടോ യേശുവിന്റെ നാമം. ഈ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും, ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും, ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാവരും വിടിവിക്കുന്ന നാമം, സൗഖ്യമാക്കുന്ന നാമം, യേശുവിന്റെ നാമത്തിൽ ജയം. പാപജനം കൊടുക്കുന്ന നാമം, രോഗം സൗഖ്യമാക്കുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, പുതുഭാഷകൾ ജനം സംസാരിപ്പിക്കുന്ന നാമം, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്ന നാമം, ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന നാമം, ഊമരെ സംസാരം, യേശു ക്രിസ്തുവിന്റെ നാമം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ ജീസസ്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. വല്ലഭ പരന്താൻ, പരിശുദ്ധ പരന്താൻ, മഹത്വ പരന്താൻ, വല്ലഭ പരന്താൻ, പരിശുദ്ധ പരന്താൻ, മഹത്വ പരന്താൻ, വന്നമേ മഹത്വ പരന്താൻ. പരിശുദ്ധ പരന്താൻ, മഹത്വ പരന്താൻ, മഹത്വ പരന്താൻ. യേശുവല്ലാതെ വേറൊരു
ഈ ഗതിയിലുണ്ടോ പാറക മനമേ ഈ ഗതിയിലുണ്ടോ അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ നാമത്തിലും മേലായ നാമമായ യേശുവിന്റെ നാമം. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന് മരുഭൂമിയിലെ സഭയിലിരുന്നവൻ മോശെ, ആ മോശെ ദൈവപുരുഷനായി. രണ്ട്, മരുഭൂമിയിലെ സഭയുടെ പ്രത്യേകത. ഈ സഭയുടെ പ്രത്യേകത ഒന്ന്, ഈ സഭയിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ. കുഞ്ഞാടിനെ അറുത്ത് സകല ആൾക്കാരും ചോരത്തളി ആചരിച്ചു. രണ്ട്, ഈ സഭയുടെ പ്രത്യേകത സകല മനുഷ്യരും ചെങ്കടൽ കടന്ന് മറുകര കയറിയതാ. എന്ന് പറഞ്ഞാൽ ഈ സഭയിലുള്ള സകല ആൾക്കാരും സ്നാനപ്പെട്ടവരാ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ആ കാര്യം ഒന്നുകൂടെ ക്ലിയർ ആയി. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിലെ സമുദ്രത്തിന്റെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് പഠിച്ച എല്ലാവരും സ്നാനപ്പെട്ടു. ഈ മരുഭൂമിയിലെ സഭയുടെ പ്രത്യേകത ഒന്ന്, എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ. വ്യാഖ്യാനിക്കുന്നില്ല, അറിയാമല്ലോ. രണ്ട്, എല്ലാവരും സ്നാനപ്പെട്ടവരാണ്. മൂന്ന്, ഇവരെല്ലാം മന്ന ഭുജിച്ചവരും പാറയിൽ നിന്നുള്ള ശുദ്ധവെള്ളം കുടിച്ചവരും കാടപ്പക്ഷിയെ ഭുജിച്ചവരും. എല്ലാ ഭാഗവും എടുക്കുന്നില്ല, കർത്താവിന് മകത്വം. അതിൽ പ്രധാനമായ ഒരു കാര്യം പറയാം, എല്ലാവരും മന്ന ഭുജിച്ചവരാ. മന്ന, ഈ മരുഭൂമിയിലെ സഭയിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എല്ലാവരും മന്ന തിന്നവൻ. നമുക്കറിയാം, മന്ന അത് യേശു ക്രിസ്തുവിന് നിഴല. ക്രിസ്തുവേശുവിന് നിഴല മന്ന. നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ മന്നയ്ക്ക് ധാരാളം വിശേഷതകൾ. ഇതെന്ത് എന്നാ ജനം ചോദിച്ചത്. ഈ വേദപഠിതാക്കൾ പറയുന്നത് ഓരോ ദിവസവും മന്ന ഭക്ഷിക്കുമ്പോൾ ടേസ്റ്റ് കൂടുക. പക്ഷെ ഈ സമ്മിശ്രജാതിക്ക് ഇത് അസ്വസ്ഥതയായിട്ട് തോന്നും. ആത്മീകർക്ക് ഇത് ടേസ്റ്റാ. ആത്മീകർക്ക് ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ കൂടുക. അനാത്മീകന് വചനം കേൾത്തോറും അവൻ അസ്വസ്ഥതയാണ്. ചില പറയും എപ്പോഴും അങ്ങ് വചനം തന്നെ. അവൻ അനാത്മീകനാണ്, അവർക്കിത് ഇഷ്ടമല്ല. എന്നാൽ ആത്മീകർക്ക് വചനം കേൾക്കുമ്പോൾ ചൈതന്യം ഉണ്ടാകും. ഈ മന്ന യേശു ക്രിസ്തുവിന് നടല. ഞാൻ എപ്പോഴും പറയാനുണ്ട്, പ്രസംഗിക്കും, മന്ന എപ്പോഴാ പൊഴിയുന്നത്? അത് നിങ്ങളൊരു ധാരണ. പണ്ട് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു, യേശു ക്രിസ്തു ദാവീദ് പുത്രനാണ്, യേശു ദൈവപുത്രനാണ്, യേശു ക്രിസ്തു മനുഷ്യപുത്രനാണ്, യേശു ക്രിസ്തു ദൈവപുത്രനാണ്. ഇങ്ങനെ പുള്ളി അടുക്കടുക്കായിട്ട് പറയുക. അപ്പൊ അപ്പൻ കുടിയനെ അവിടുന്നുകൊണ്ട് എല്ലാവരും അകത്തിരിക്കുന്നു. പക്ഷെ ആദ്യം നിങ്ങളൊരു ധാരണയാണ്, നിന്നിട്ട് തന്നെ അറിയാൻ പറ്റിയ ധാരണ. നിങ്ങളിപ്പം എത്ര പേരുടെ പേര് പറഞ്ഞു സ്കൂളായിട്ട് അവിടെ ഇരുന്ന് പറയും. നിങ്ങൾ പറയുന്നത് ദൈവപുത്രനാ, ദാവീദ് പുത്രനാ, മനുഷ്യപുത്രനാ. നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പ് എന്ന് പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ രാവിലെയാണ് പറഞ്ഞത്, അതിരാവിലെയാണ് പറഞ്ഞത്, രാത്രിയിലാണ് പറഞ്ഞത്, പ്രഭാതമാണ് ആദ്യം നിങ്ങൾക്ക്. പണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും അപ്പൊ ഉദയം പറഞ്ഞു, അങ്ങനെ താനല്ല അങ്ങനെ എടുക്കണ്ട, കുറച്ച് അന്ന് കൂടെ തരാം. അപ്പൊ ഇത് യേശു പറഞ്ഞതാണെന്ന് കുടിയൻ അറിഞ്ഞിട്ടില്ലല്ലോ. ആസ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും, താൻ എല്ലാം അങ്ങനെ മൊത്തം എടുക്കണ്ട, ഞങ്ങൾ കൂടെ തരാം, വഴിയും സത്യവും ചെയ്യുന്നു. ഇവനങ്ങനെ താൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം എടുക്കാറ് മന്നെ എപ്പോഴാ പൊതിയുന്നത്?
സംഖ്യാപുസ്തകം 11:9 അപ്പൊ എപ്പോഴാ പൊഴിയുന്നത്? തെളിഞ്ഞല്ലോ. രാത്രിയിൽ പാളകത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. നീ വന്നിട്ടും എന്റെ മണ്ണവാള നിന്നെ കണ്ടു ഞാൻ എന്റെ ആശ മന്ന ജയ മന്ന ജയ ജയ മന്ന രാത്രിയിൽ പൊടി. മന്ന യേശുക്രിസ്തുവിന്റെ നടല. യേശുക്രിസ്തുവിന്റെ നടല. അതിന് ഒന്ന് രണ്ട് തെളിവ്. ഒന്ന്, ഈ മന്ന മുകളിൽ നിന്ന് വന്നത്. അങ്ങനെയാണ് നമ്മൾ വചനം പഠിക്കുന്നത്. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. ആകാശം താഴെയാന്നോ മേളിലാന്നോ? അപ്പം മന്ന വന്ന എവിടുന്ന? മുകളിൽ നിന്ന്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ നടല. മുകളിൽ നിന്ന് വന്ന ഒരുവനെ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു. ആര് പോകും, ആരെ അയക്കേണ്ടുവെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, എന്നെ അയക്കേണ്ടു, ഞാൻ പോകാം. അങ്ങനെ സ്വർഗം വിട്ട്, സ്വർഗ മഹിമകൾ വിട്ട്, സ്വർഗത്തിലെ സകല മഹത്വവും വിട്ട് ഇറങ്ങി മനുഷ്യവേഷമെടുത്ത് ഭൂമിയിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവായി വചനം ജഡമായി തീർന്ന് സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത മഹത്വവാനായ ക്രിസ്തു. ഫിലിപ്പിയ ലേഖനം പഠിക്കുമ്പോൾ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ആമൻ അതേ മഹത് വ്യക്തി പരിശുദ്ധനാണ് നസറയനാകുന്ന യേശു ക്രിസ്തു. ഇത് മന്നായിക്ക് നടല. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. നിന്ദകളും പഴികളും കുഷികളും സഹിച്ച് നിന്ദിതനായവൻ കടന്നുപോയി. നിന്ദിതനായവൻ കടന്നുപോയി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമണി വെടിഞ്ഞു, ഏഴയ്ക്ക് വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന്, ഈ മന്ന ഉയരത്തിൽ നിന്ന് വന്നതാണ്. അത് യേശുക്രിസ്തുവിന്റെ നടല. സകല ആൾക്കാരും താഴെ നിന്ന് മേളിലോട്ട് പോകാനും പോയിക്കൊണ്ടുമിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന, എന്നെയും നിങ്ങളും രക്ഷിച്ച നസറയനാകുന്ന യേശുക്രിസ്തു. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന്, ഈ മന്ന ക്രിസ്തു യേശു എഴുതുന്നുണ്ടല്ലേ, ആ നല്ല കാര്യം, യേശുക്രിസ്തുവിന്റെ നടല. രണ്ട്, ഈ മന്നയുടെ പ്രത്യേകത
ഇത് വളരെ ചെറുതാ, കൊത്തമ്പാലരി പോലെ ചെറുത്. മല്ലിയുടെയൊക്കെ വലിപ്പം. മല്ലിയുടെ നെല്ലിക്കടത്തരമുണ്ട്. ചെറുത്. ഇത് യേശുക്രിസ്തുവിന് നിഴല എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ നമുക്ക് വേണ്ടി ചെറുതായി വന്നു. ആ വലിയവനായ ദൈവം ഭയങ്കര വലിപ്പത്തോട് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ നമ്മൾ എന്തോ ചെയ്യും? ആർക്ക് അടുക്കാൻ പറ്റും? വലിയവനായ ദൈവമാണ്. സഖ്യപർവ്വതം പോലൊരു തല എങ്ങനെ നമ്മൾ കാണും? സഖ്യപർവ്വതത്തിന്റെ അവിടെ കാണാം. സഖ്യപർവ്വതം പോലൊരു തല. സ്കൂളിലെ സ്കൂളിൽ പഠിച്ചിട്ടല്ലേ? നിങ്ങളുടെ തുറവൊന്നും പഠിത്തം എനിക്കില്ല, അതെന്റെ ഭാഷ കേട്ട് പാടില്ല. അപ്പം എങ്ങനെ കിട്ടുക? ഓ, അവൻ ശരിയാണ്. അപ്പൊ ഈ പുരാണ കഥ നമുക്ക് സ്കൂളിൽ പഠിക്കാൻ കാരണം ഭീമനെ പൂ പറിക്കാം. ഭാര്യക്ക് പൂവിന്റെ പേര് അമ്മയാണോ? അപ്പം പൂ പറിക്കാൻ പോയി. അപ്പൊ അങ്ങോട്ട് പോയപ്പോഴേ അറിയാം, നിങ്ങൾ പറയാം, ഒരു കുരങ്ങൻ വഴി ഇല്ലേ? നോക്കടാ, നമ്മുടെ മാതൃ മറക്കട മാറി ഉൾക്കട സ്ഥാനത്ത് ചാട്ടത്തിൽ നിന്നും പഠിച്ചു പോയോ ഭൂതത്തിൽ മറ്റാരും ഇല്ലാത്തതോ എന്ന് ചോദിച്ച് ആക്ഷേപിക്കുക. നാട്ടിൽ പ്രഭുക്കളെ കണ്ണറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കൊരങ്ങി ആക്ഷേപിച്ചപ്പോൾ പുള്ളി അവിടെ പുള്ളി അവിടെ കിടന്നിട്ട് പറഞ്ഞു കൈ പിടിക്കുന്ന ജലമുണ്ട് ആ വാനം. അപ്പൊ പുള്ളി ആ നാട് ഓടൊപ്പം ചെറിയെടുത്ത് വാലെ നോക്കിയിട്ടാണ് പുള്ളി കുരങ്ങൻ അവിടെ കിടന്നു ചോദിച്ചു, മുറിയുന്നെന്തടോ ഭീമായോ നമ്മുടെ വാലോ അറിയാഞ്ഞിട്ട് ചോദിക്കുന്ന അരിശ ഒന്നും ഉണ്ടായിരുന്നു. മുറിയുന്നത് എന്റെ വാലാണോ എന്റെ? അപ്പൊ അരിശൻ പുള്ളി അവിടെ കിടന്നുകൊണ്ട് ചില നമ്പ്യാര് നല്ല ഭദ്രസാമ്രാക്കട്ട് നല്ല രീതിയിലായിട്ട് വെച്ചിരുന്നത്. അപ്പം പുള്ളി അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞത് അവർക്ക് മർക്കടലെന്നോ മർക്കടന്മാർക്ക് പുഷ്കരന്മാരുണ്ട്, നൂറ് മർക്കടത്താനല്ലയോ ഭക്തികണ്ഠനെന്നുണ്ടായ നക്തൻ ചരേന്ദ്രന് ില്ല മാറുചാടിക്കറയിൽ ചണ്ടവാൻ ഒരു വാണീരനെ കൊണ്ട് ചണ്ടസ്ഥലം പറഞ്ഞേച്ചേ ഞാൻ പേടിക്കുന്നു. നിങ്ങൾ പറയും അയാൾ വചനം ഒന്നും പറഞ്ഞില്ല, കല്യാണ സൗകര്യം ചൊല്ലിയേക്ക് പോയെന്ന് നിങ്ങൾ പിന്നെ പറയുന്നതാണ്. ഒരു പണിയില്ലാതെ കുറെ ഇരിക്കുന്നവന്മാരും അവന്മാർ ഇത് മാത്രം വെട്ടിയെടുത്ത് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന കുറെ ഇടമുണ്ട്. ഒരു 5 പൈസ മുടക്കില്ല, പൊറിക്കാത്തിരുന്നില്ല, ഇങ്ങനെ വെട്ടി കിട്ടിയാ ഒരു കാര്യം. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങ് വളർന്ന് കാണിക്കുന്ന കവിയുടെ ഭാവനയാണ്. ഉദ്ധതം അതിനരവധി തന്നുടെ വാക്കുകൾ ഇങ്ങനെ വർദ്ധിത തരതവള ഹിമാലയ സമീപത്തിന്റെ ശരീരൻ നെടുതാകന കൊടിമരമെന്ന കണക്കടിച്ചൊരുവാലും തുടരുതനയനങ്ങളും അമ്പൊടി ചെമ്പുധാരം പോലെ ശില പോലെ സ്ഫുടസലകട ഭയങ്കര മുഖവും പരികത്തോട് പടപൊരു വീടിനെ മൂളിപ്പണ്ട് പഠിച്ചതാണ്.
മറന്നുപോകും. അപ്പം ഞാനെല്ലാം ചൊല്ലുന്നില്ല. അപ്പൊ ഇത് പുള്ളി അങ്ങ് വളർന്ന് ഹിമാചലം അക്ഷരമതി നരമതി തന്നോട് വാക്കുകൾ ഇങ്ങനെ വർദ്ധിത തര ധവള ഹിമാചല ഹിമാലയ പർവ്വതം പോലെ അങ്ങോട്ട് വളർന്നു വന്നു. എന്നാൽ യേശു ക്രിസ്തു ആ ദൈവമായ സർവശക്തൻ അതുപോലൊരു വലിയ ആളായിട്ടല്ല ഇങ്ങോട്ട് വന്നത്. നമ്മെ പോലെ നമ്മെ രക്ഷിക്കാൻ, നമ്മെ വിടുവിക്കുവാൻ, നമുക്ക് രക്ഷ തരുവാൻ, നിങ്ങളിൽ ഒരുവളെ പോലുള്ള ഒരു മാന്യ സ്ത്രീയാകുന്ന മറിയത്തിന്റെ ഉദരത്തിൽ, ആ ഗർഭപാത്രത്തിൽ അവിടുന്ന് ചെറുതായി വലിയവനായ ദൈവം ആ വലിപ്പം എല്ലാം കൂടെ കാണിച്ച് അതുപോലെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന എവിടെ ഒതുങ്ങാനാ? ഈ കാണുന്ന അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, നക്ഷത്രങ്ങൾ, നമ്മളിപ്പോ ശാസ്ത്രജ്ഞന്മാര് എല്ലാ നക്ഷത്രവും ഒന്നും കണ്ടിട്ടില്ല. എവിടെയും ഒരു കുമ്പോ തുരാലോ കിട്ടിയ ഉടനെ ഒരെണ്ണത്തിനെയും കൂടെ കണ്ടു. ഉടനെ ശാസ്ത്ര ലോകം മുഴുവൻ അങ്ങോട്ടുള്ളത്. പിന്നെ മനോരമയുടെ ഫ്രണ്ട് സകല ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ഈ കണ്ടത് സ്വർഗത്തിലെ ദൈവമാണ്. കോടിക്കണക്കിന് നക്ഷത്രമെല്ലാം വാരി വെതറി കിട്ടിട്ട് ദൈവത്തിന് ഓരോന്നിനും പേര് വിട്ടിരിക്കുക. നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നതിന് ഓരോരുത്തര് പേരിടുക. ഇനിയാണ് ദക്ഷിണമണ്ഡലത്തിലുമൊക്കെ ദൈവം തമ്പുരാൻ കോടിക്കണക്കിന് നക്ഷത്ര മുദ്രയിട്ട് വെച്ചിരിക്കുക. ആ മുദ്ര പൊട്ടിക്കുമ്പോ എന്തും വേണ്ടവാ, അതിന് മുഴുവൻ ദൈവം പേരിട്ടേക്കുക. നമ്മള് ആകെ കൂടെ കണ്ട പേര് അശ്വതി, ഭരണി, പിന്നെ കാർത്തിക, ഇതൊക്കെയല്ലേ നമ്മൾ കണ്ട പേര്. ഏതൊക്കെയാ? അശ്വതി, അറിയാൻ ഉള്ള നാള് നോക്കുന്നതൊക്കെ ഇതിനകത്ത് ഇപ്പോൾ ഇപ്പൊ പൊതുവെ ചോദിച്ചപ്പം അശ്വതി, ഭരണി, കാർത്തിക, അല്ലേ? അത്തം, ചിത്തിര, ജ്യോതി, വിശാഖം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അതൊക്കെ ആവശ്യം. ഞങ്ങളുടെ അടുത്ത് തിരുവോണം ഒന്ന് അവനെ ഇത് കാണാനാടാ ഒരാൾ തിരുവാതിരയാണ്. അപ്പൊ ഇങ്ങനെ കുറെ നക്ഷത്രങ്ങള് നമ്മള് മനുഷ്യനും കണ്ടുപിടിച്ചു, പേര് വിട്ടു. പണ്ട് അമ്പലത്തിൽ പോയപ്പോൾ നാമം ചൊല്ലുന്ന കൂട്ടത്തിൽ ഒരു പ്രയോഗമുണ്ട്. നക്ഷത്ര പങ്ക്തികളുമിന്ദു പ്രകാശവുമൊളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്കയൻ അടിമ ചൊല്ലിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് മാർഗത്തിൽ നിന്ന് വന്നവർ വലിയൊരു കൈ പൊക്കിക്കൊണ്ടതാണ് നാമം ചൊല്ലിട്ട് അതങ്ങ് മറന്നു. പാട്ടെല്ലാം ഓർമ്മിക്കുന്നുണ്ടല്ലോ. എനിക്ക് പറഞ്ഞ അതും മറന്നു. അത് നമ്മുടെ വിഷയമല്ല. കോടിക്കണക്കിന് ആ നക്ഷത്രങ്ങള്. വേറെ പുസ്തകത്തിൽ ചിലതിന്റെ പേരുണ്ട്. മകയിരം, കാർത്തിക, കാർത്തികയുടെ ഞങ്ങല, മകയിരം ഇതിനകത്തുണ്ട്. നമ്മള് കണ്ടുപിടിച്ചതൊക്കെ മകയിരവും കാർത്തികയും അശ്വതിയും ഭരണിയും. കോടിക്കണക്കിന് നക്ഷത്രം കിടക്കുക. അതിനെല്ലാം പേരിട്ടിരിക്കുക. അതിനെല്ലാം പേരിട്ട് ദൈവം, അതാ ദൈവം. നമുക്ക് നമ്മുടെ പിള്ളേരുടെ പേര് പോലും ഓർത്തിരിക്കുന്നില്ല. നമ്മൾ ഈ സഭയിലുള്ള എല്ലാവരുടെയും പേര് ഓർത്തിരിക്കുന്നുണ്ട്. ഒക്കുന്നില്ല. അന്നേരം ദൈവം തമ്പുരാൻ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച് അതിനെല്ലാം പേരിട്ടിരിക്കുക. അതാ ദൈവം. ഉണ്ടാകട്ടെന്ന് പറഞ്ഞ പോലെ സകല ചരാചരങ്ങളെയും ദൈവം ഉണ്ടാക്കി. ഗാലക്സികളെ, ഈ ബ്രഹ്മാണ്ട കോടിടാണ്ടം, അയ്യോ അന്തം വിട്ടുപോകുക. അങ്ങനെയുള്ള ഈ ഗോളങ്ങള്, സകല ലോകങ്ങൾക്കും ആധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരം, സകല ദേവവൃന്ദവാന്തിത പദാം പുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിൽ ആദമൻ മോദതും സർവാഗമ പൊരുളാകമിവനായ
ഏലെന്നോര പ്രിയമാമോദിയത് മൂലവസ്തുവാനാഥനുപദേശിച്ചല്ലോ ഇലോകി ശബ്ദി യൂജലോകി അഡോണായി വിലോപമന്യേ യാഗ്വേ യഹോവയാകുന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം. ഞാൻ ഒരിക്കൽ ഇത് വേറൊരു കാര്യം ബന്ധനമൊന്നും അല്ല കേട്ടോ. ഞാൻ ഒരിക്കല് തുരുക്കിയില് താമസ സമയത്ത് വേറൊരു കാരൻ രാവിലെ ഇങ്ങനെ ചൊല്ലി. അന്നേരം തൊട്ടപ്പുറം ഒരു ഹൈന്ദവ സ്നേഹിതരാ താമസിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പുള്ളി എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾക്കും ഇങ്ങനെ കർക്കിടക മാസത്തിൽ ചൊല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് കർക്കിടക മാസത്തിൽ രാമായണ മാസമല്ലേ ഇപ്പം. അപ്പൊ ഞാൻ രാവിലെ ഇരുന്ന് ഈ വേദകാരൻ ഇങ്ങനെ ചൊല്ലി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ പുള്ളി നിങ്ങൾക്കും ഇങ്ങനെ കർക്കിടക മാസത്തിൽ, ഞാൻ പറഞ്ഞു ഞങ്ങൾക്കുണ്ട്. അതാ ആഗമാകാരന്മാരിൽ ആദമൻ മോദം സർവാഗമ പൊരുളാഗമി പരാജകരിക്ക ഏലെന്നോര പ്രിയമാമോദിയത് മൂലവസ്തുവാനാഥനുപദേശിച്ചതല്ലോ ഈ ലോകി അഡോണായി വിലോപമന്യേ യാഗ്വേയഹോവയാകുന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാം നീതനാൽ പ്രകടിതമെന്നേ വേണ്ടു. കൂടെ വിഗ്രഹനായിട്ടെങ്കിലും മർദ്ദിക്കലും കൂടെ തന്നെ ജാതകം ആത്മാവെന്നിവ രണ്ടും കാലാകാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഠം കളകൂജിതം പോലെ അല്ലാകിൽ അതീശനേ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം ഇപ്പോൾ തപ്പി നടക്കുക. ഇതാരാ ഉണ്ടാക്കിയത്? ഒറ്റ ഒരുത്തൻ അതിന് പറയാൻ കഴിവില്ല. അന്ന് ഒരുത്തൻ പറഞ്ഞു കൊരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതാണ്. ഒരുത്തൻ പറഞ്ഞു വലിയ സ്ഫോടനം. അങ്ങനല്ലേ പഠിക്കുന്നത് സ്കൂളിൽ? അങ്ങനല്ലയോ അങ്ങനല്ലേ പഠിക്കുന്നത്? സ്ഫോടനം ഉണ്ടായി ഇതൊന്നും അറിയാൻ ഇപ്പോഴും തപ്പി നടക്കുക ഇത് എങ്ങനെ ഉണ്ടായത്. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സ്വീയമാമകത്തത്വബോധനം നടത്തുവാൻ ഈ ഉലകന്റെ ദൈവമായ പൂർണ്ണാത്മാനം കാശിന് കൊള്ളാതുള്ള കരത്തിൽ താടിയല്ലാശിഷോൻ 1000 പരിസ്ഥിരെ കാശിനി തന്നിൽ കൊന്നു വീട്ടുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്താന്നുള്ളൂ. നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്യ നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്യ നമസ്തേ നവജന പാലന പാരായണ മോശയിന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാചയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരേ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായൊന്നുമില്ല നിന്നുട കരം ചേർന്നാൽ ഊഴിക്ക് നിർമ്മാതാവേ ദൈവനിർണയമാകും ആഴിയിലാരിറങ്ങും. ഞാനിങ്ങനെ ഇങ്ങനെ ചെല്ലി പറയുന്നില്ല, ജനങ്ങളാ ഒത്തിരി ചൊല്ലി അടിക്കേണ്ടതുണ്ടെന്ന് പറയും. ഞങ്ങളുടെ ഒരു തള്ളയാണെങ്കിൽ ഇങ്ങനെ ഇളകുന്ന കാണാം. ശിശുവിന്റെ നാളെ തള്ള ഞാൻ പിന്നെ ഒതുക്കി ഇരുത്തി. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ കാണുന്ന അണ്ടകടാകത്തെ, ഈ ബ്രഹ്മാണ്ട കോടിനണ്ടത്തെ, ഈ സകലത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവം, നമ്മളിതെല്ലാം ചിന്തിച്ചാൽ നമുക്ക് വട്ടം ഉണ്ടാകും, ഭ്രാന്തുണ്ടാകും. ഈ അണ്ടകടാകത്തെ ചിന്തിച്ചാൽ നമുക്ക് അന്തം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഇത് മുഴുവൻ ഉണ്ടായി. അങ്ങനെയുള്ള ഈ ഗോളങ്ങളിൽ ഒരു ചെറിയ ഗോളമാ ഭൂമി. മറ്റു ഗോളത്തിൽ ചെന്നിരുന്ന് നോക്കണം. വളരെ ചൊവ്വായിട്ടിരുന്ന് നോക്കണമെന്ന്. ചൊവ്വായിലിരുന്ന് പറഞ്ഞ ചൊവ്വായിരുന്ന് അപ്പൊ ചൊവ്വായി ഇരുന്ന് മറ്റു കോളത്തിൽ പോയി നോക്കുമ്പോ ഭൂമി ഒരു ചെറിയ പൊട്ട് പോലെ. ആ ഭൂമിയിൽ 4ൽ 3 ഭാഗവും വെള്ളമാണ്, ഒരു ഭാഗം ആ കര. ആ കരയിൽ തന്നെ ഒരു ചെറിയ പൊട്ട് പോലെ പലസ്തീൻ രാജ്യം, ഒരു ചെറിയ പൊട്ട്.
ആ പർഷ്യൻ രാജ്യത്തിലൊരു ചെറിയ ഗ്രാമമാ നസറേത്ത്. ഒരു ചെറിയ ഗ്രാമത്തിൽപ്പെട്ട ഒരു ചെറിയ, എന്റെ ഭാവനയാണ്, ഒരു ചെറിയ വീട്. ആ ചെറിയ വീട്ടിൽ ഒരു പെൺകുട്ടി, മറിയം, നല്ല പെൺകുട്ടി, കന്യക. സാധാരണ ആൾക്കാർ പറയില്ലേ, സാറേ ഒരു ചാൺ വയറിന് വേണ്ടിയാ ജീവിക്കുന്നത്. അപ്പൊ ഒരു ചാൺ വയറ്, അതിനകത്ത് ദൈവം സൃഷ്ടിച്ച അവയവങ്ങളിൽ ഒരു ഗർഭപാത്രം, അതിനകത്ത് ചെറുതായിട്ട് ഉരുവായി ദൈവം, വലിയവനായ ദൈവം. ആ ദൈവം തന്റെ വലിപ്പത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ നമുക്ക് വേണ്ടി ചെറുതായി. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞങ്ങനെ നിർത്താപാകം, ഇത്രയും വലിയവനായ ദൈവത്തിന് ഇതുപോലെ ചെറുതാങ്ങാങ്ങി നമുക്ക് നമ്മുടെ വലിപ്പമെല്ലാം ഒന്ന് കുറയ്ക്കുന്ന നല്ലതല്ല അല്ലേ? ഈ സഭയിലെ കാശുള്ളത് എനിക്കാ, ഈ സഭയിലെ ഇച്ചിരി സൗന്ദര്യമുള്ളത് എനിക്കാ, ഈ സഭയിൽ ഇച്ചിരി പൈസ ഉള്ളത് എനിക്കാ, ഈ സഭയിൽ ഇച്ചിരി കഴിവുള്ളത് എനിക്കാ, എന്നെ പോലെ കഴിവുള്ളവരാരും ഇപ്പൊ ഇവിടെ അല്ല. പാസ്റ്റർമാരുടെ കൂടെ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. ഞാൻ വലിയ പാസ്റ്ററാ, ഞാൻ ഓവർസിയറാ, സൂപ്പറണ്ടാ, സെൻട്രൽ പാസ്റ്ററാ, പ്രസിഡന്റാ, എനിക്ക് ഇത്ര ഭാഷ. പാസ്റ്ററുടെ മകൻ പോയി. അപ്പൊ പാസ്റ്റർ പറഞ്ഞു എനിക്ക് 8 ഭാഷ അറിയാം. അപ്പോൾ ഒരാൾ പറഞ്ഞു, ആ 8 ഭാഷ ഒരു ഭാഷ പോലും ഉപയോഗിച്ച് പോകുന്നതെന്ന് ശാസ്ത്രം. 8 ഭാഷ അറിയാം പാസ്റ്റർക്ക്, അത് ഒരു ഭാഷ പോലും എടുത്ത് മോനെ നീ ചെയ്തത് തെറ്റാണ്. പിന്നെ 8 ഭാഷ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു ഭാഷ മാത്രം അറിയാവുന്ന പുള്ളി നല്ല ശരിക്കും കൊച്ചനെ. അപ്പൊ ഒരു ഭാഷ അറിയാവുന്ന പുള്ളിയാണോ ഇവിടുത്തെ 8 ഭാഷ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നമുക്കൊക്കെ എന്ന് തോന്നുന്നു നമ്മളെന്നാൽ വലിയ പുള്ളിക്കാരാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്ന ഒന്ന്, ഇത് ഉയർത്തിയതുമല്ല, സ്വർഗം വിട്ട. 2, ഇത് ചെറുതാണ്. വലിയവനായ ദൈവം എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ ചെറുതായിട്ടാണ്. അതുകൊണ്ട് എന്നെ കിടക്കുന്ന ബഹുമാനിലെ നമ്മുടെ ആ വലിപ്പമാവും ആ തണ്ടും പ്രതാപവും ഒക്കെ ചെറുതാകുന്ന നല്ലതാണ്. തണ്ടുവെച്ച കപ്പലും തണ്ടുവെച്ച പടകും പ്രതാപമുള്ള കപ്പലൊന്നും വന്ന് സ്തോത്രം. ഞാൻ ആരോട് പറഞ്ഞത്, ഒരു 9 നിർത്തട്ടെ, ഒരു ദിവസം ഒന്ന്, ഈ മഞ്ഞ യേശുക്രിസ്തുവിന്റെ മുകളിൽ നിന്ന് വന്നതാണ്. 2, ഇത് വളരെ ചെറുതാണ്. വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ ചെറുതായി. 3, ഈ മഞ്ഞയുടെ പ്രത്യേകത
ഇതല്ല, ഉരുണ്ടായിരിക്കുന്ന ഉരുണ്ട കൊത്തമ്പാലിന് പോലെ ഈ ഉരുണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാഷക്കാണ് പറഞ്ഞത്, മന്നയ്ക്ക് മൊനയില്ല. മന്നയ്ക്ക് മൊനയില്ല എന്ന് പറഞ്ഞാൽ മന്ന ഉരുണ്ടായിരിക്കുന്നത്. അത് ഏത് ഭാഗത്തൂടെ നോക്കിയാലും മൊനയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ഞങ്ങളിവിടെ കല്ലുവട്ടത്താണ്, കല്ലുവട്ട് ഗോലി ഇവിടെ പോകണം അത് കണ്ടിട്ടില്ലേ ഗോലി? അതിന് മൊനയുണ്ട്. ഏത് ഭാഗത്ത് നോക്കിയാലും ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ യാതൊരു ഊനമില്ല. ഏത് വശത്ത് നിന്ന് നോക്കിക്കേ, ഗവർണർ അവിടെ നിന്ന് നോക്കി, ഗവർണർ റോമ ഗവർണർ നോക്കിയിട്ട് പറഞ്ഞു ഒരു കുറ്റവും. ക്രൂശി കിടന്ന കള്ളൻ ഇടത്താണോ വലത്താണോ അവൻ അവിടെ കിടന്നുകൊണ്ട് നോക്കി. മറ്റവൻ പറഞ്ഞു, നീ ദൈവമാണെന്നോ പറഞ്ഞു നടക്കുന്നത്, നിന്നെ രക്ഷിക്കാൻ അവനെ കൂടെ. അവൻ പറഞ്ഞു, കുഞ്ഞവനെ എഴുതിയിട്ടില്ല, ഞാൻ പറയാം, കുഞ്ഞവനെ ഞാന് കേട്ടിട്ട് നീ ഒതുങ്ങുന്നില്ല. ആന അടിക്കുന്നത് ചില ആനയ്ക്ക് അറിയാൻ പോലും വെള്ളപ്പൊക്കം വന്നിട്ട് വല്ല ഒതുങ്ങിയോ, കോവിഡ് വന്നിട്ട് വല്ല ഒതുങ്ങിയോ? നിങ്ങൾ പറ. കോവിഡ് വന്നപ്പോൾ എല്ലാം കൂടി കെട്ടിയിരുന്നു. അത് കഴിഞ്ഞപ്പോ അല്ല നൈറ്റിയെല്ലാം നിങ്ങൾ കണ്ടതല്ലേ, കണ്ടില്ലേ? അന്നേരം എല്ലാം ഇരിക്കുക. എവിടെ പോകണം? അതിന്റെ രൂക്ഷത കഴിഞ്ഞപ്പോ നല്ല വയ്യ കണ്ടതല്ലേ, ഒതുങ്ങുന്നു. സ്തോത്രം. ആ പൂശിക്കണം നമ്മുടെ ആണ് കയറിയിട്ടൊന്നും അമരുന്നില്ലല്ലോ, ഇവിടെ ഉണ്ടാകുന്നില്ലല്ലോ. അവിടെ കിടന്നില്ല, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഈ നീതിമാൻ ഒരു എവിടെ നിന്ന് നോക്കിയാലും മൊനയില്ല. ഗവർണർ ആ കസേരയിൽ കൊണ്ട് നോക്കി ഒരു കുറ്റവും കണ്ടില്ല. കള്ളൻ ക്രൂശ കിടന്ന് നോക്കി, ഗവർണർ ഇങ്ങനെയാണ് നോക്കിയത്. കുറ്റൻ ക്രൂശി കിടന്നവർ ഇങ്ങനെയാണ് നോക്കിയത്. എവിടുന്ന് നോക്കിയാലും മൊനയില്ല. പീലാത്തോസിന്റെ ഭാര്യ രാത്രി എന്നെ കിടന്ന് ഉറങ്ങുകയായി. അവിടെ പള്ളി വന്ന് അവിടെ കിടന്ന് നോക്കിയപ്പം മനസ്സിലായി. ചാടി എടുത്തിട്ട് പറഞ്ഞാൽ തീരുമാനിക്കുന്നതിനാണ് സ്തോത്രം. പുള്ളിയെ പണ്ട് കൂട്ടാണ് അല്ല കൂട്ടാൻ വിളിച്ചാൽ തന്നെ പുള്ളിയുടെ കണ്ണ് എപ്പോഴും വിൽപ്പിന്റെ വീട്ടിലാണ്. വിൽപ്പം കൊണ്ട് പോകാൻ അതാണ് സ്വഭാവം അനുസരിച്ചാണ്. അപ്പം പുള്ളിയെ കാണാതിരിക്കുക. പുള്ളി വിസ്താരം കഴിഞ്ഞപ്പോൾ പുള്ളി മനസ്സിലായി ഒരു കുറ്റവും. അന്നാസിന്റെ അയ്യപ്പാവും മാറി മാറി വിസ്തരിച്ചു. ന്യായപ്രമാണം വെച്ച അന്നാസിന്റെ അയ്യപ്പാവും ഹേരോദു അന്നു നിന്നെ, അന്നാസ് അയ്യപ്പാവും ഹേരോദു അന്നു നിന്നെ നിന്ദിച്ചു പീഡ ചെയ്ത എല്ലാം സഹിച്ചുവല്ലോ. നിന്ദിച്ചു പീഡ ചെയ്ത നാം സഹിച്ചുവല്ലോ. മറുത്തതില്ലതല്ലോ റോമാ ഗവർണർ മുൻപിൽ, മറുത്തതില്ലതല്ലോ റോമാ പുലർത്തിനുട്ടാർ കൂശിച്ചിനും പൊഴുതും. പുലർത്തിനുട്ടാർ കൂശിച്ചിനും പൊഴുതും. വാശിക്കതീതമായി തീർന്നില്ല നിൻ ഹൃദയ വിമല കാന്തി ചേർന്നു. വിളങ്ങി ചേർന്നു വിമല കാന്തി ചേർന്നു. വിളങ്ങി കാന്തി ചേർന്നു. പുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ
കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. മന്ന ആ യേശു ക്രിസ്തുവിന്റെ നടല 6 കോടതി മാറി മാറി വിസ്തരിച്ച് ഒരു കുറ്റവും കണ്ടു. മന്നായിക്ക് മൊനമില്ല. യേശു ക്രിസ്തുവിൽ യാതൊരു പാപവുമില്ല. പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപം അറിയാത്തവൻ, പാപം തീട്ടാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. അപ്പൊ ഒന്ന്, മന്ന ഉയരത്തിൽ നിന്ന് വന്നത്. 2, ഈ മന്ന ചെറുതായിട്ട് ചെറുതാ. 3, മന്നായിക്ക് മൊനയില്ല. ഒത്തിരി കാര്യമുണ്ട്, ഒരു കാര്യം കൂടെ പറഞ്ഞ നിർത്താം. 4, ഈ അതിരാവിലെ കൂടാരവാതില് തുറന്നു വരുമ്പം മന്ന വാതൊക്കെ കിടക്കും. എന്ന് പറഞ്ഞാൽ രക്ഷ നിന്റെ സമീപത്ത്. രക്ഷ തേടി ദൂരോട്ടൊന്നും പോകണ്ട. അയ്യോ കടൽത്തീരത്താ രക്ഷ, അന്ന് അങ്ങോട്ട് പോകാം, വേണ്ട. അയ്യോ രക്ഷയിരിക്കുന്നത് മലയുടെ മണ്ടയ്ക്ക, അന്ന് അങ്ങോട്ട് പോകാം, വേണ്ട. അയ്യോ രക്ഷ അവിടെ ഒന്നും വല്ലിരിക്കുന്നത് അങ്ങ. അയ്യോ രക്ഷപ്പെടണേ നമ്മള് വിമാനത്തെ കയറി പോകണം, വേണ്ട. അയ്യോ രക്ഷപ്പെടണേ നമ്മൾ വള്ളത്തെ കയറി വടക്കമ്പറ ഒരു സൈഡിലോട്ട് പോകും. രക്ഷയ്ക്ക് വള്ളത്തേലും കയറി പോകണ്ട, പ്ലെയിനേലും കയറി പോകണ്ട, കപ്പലേലും കയറി പോകണ്ട, വണ്ടിയേലും കയറി പോകണ്ട. രക്ഷ നിന്റെ വാതിൽക്കൽ കിടപ്പുണ്ട്. ഉടേറുവാതിൽ തുറന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ വാതിൽക്കൽ കിടപ്പുണ്ട് മന്ന. രക്ഷ നിന്റെ സമീപത്താണ്. ആ രക്ഷ കരസ്ഥമാക്കുവാൻ പൈസ മുടക്കൊന്നുമില്ല. ഒറ്റ കാര്യം, വാതിലൊന്ന് തുറക്കണം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. സ്തോത്രം. ദൈവം പൊഴിച്ചിട്ടിരിക്കുക. അകത്തിരിക്കുന്ന കക്ഷി വാതിൽ തുറന്ന് വാതിൽക്കൽ ചെല്ലുമ്പോൾ മഞ്ഞിനകത്ത് പൊതിഞ്ഞിരിക്കുക മന്ന. ആ മന്ന എടുത്താൽ നിനക്ക് രക്ഷയാണ്. ഇന്ന് രാത്രി രക്ഷ നിന്റെ സമീപത്താണ്. രക്ഷ നിന്റെ വാതിൽക്കല. 5 പൈസ മുടക്കണ്ട, 1/2 കാശ് മുടക്കണ്ട, 1/2 മൈല് നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. വാതിൽക്കൽ കിടപ്പുണ്ട് രക്ഷ. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ആ രക്ഷകനെ ഏറ്റെടുത്ത് വേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. ഒരുവൻ മാത്രമേ ഉള്ളൂ രക്ഷിക്കാൻ, നസറയനാകുന്ന യേശു ക്രിസ്തു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ബാക്കി ഭാഗം നമുക്ക് പിന്നീട് എന്തെങ്കിലും ദൈവം അനുവദിക്കാനേ ചിന്തിക്കാം. ഇത്രയും സമയം കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാം നന്ദി. കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിച്ച് ഒരു സമർപ്പണത്തോട് ഇന്ന് രാത്രി നമുക്ക് പിരിഞ്ഞു പോകാം. ആ പഴയ പാട്ടിന്റെ 2 നമുക്ക് ഇന്ന് രാത്രി പഠിക്കാം. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുമേ, മഹത്വനാഥനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളി വരട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുമേ, മഹത്വനാഥനായി നിന്നിലേക്കുന്നവൻ
ഇന്ന് രാത്രി ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാടുള്ള കൃപ നൽകി ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസന്റെ കുടുംബത്തിനും ഈ മാന്യ സഭ